ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ മറ്റൊരു മൂവി സെഗ്മെന്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ സിനിമയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചർച്ച ചെയ്യാൻ. അതെ, ഇന്ന് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത് ആട്ടം മൂവി. 2024 പുറത്തിറങ്ങിയ ആനന്ദ് ഏകാദർശി ഡയറക്ട് ചെയ്ത ആട്ടം മൂവി. ഏകാദശികയല്ല, ഏകർഷി മാപ്പ്. അല്ല, ഇതിപ്പം നിങ്ങൾക്കിപ്പോ ഈ മൂവി അനാലിസിസ് കണ്ടിട്ട് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാമീപ്യം തോന്നിക്കഴിഞ്ഞാൽ അത് തികച്ചും യാദൃശ്ചികം അല്ലെ. കറണ്ട് അഫയേഴ്സുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി തോന്നിയാലും അത് യാദൃശ്ചികം മാത്രമാണ്. അതെ അതെ, നമ്മൾ ആരെയും ഉദ്ദേശിക്കുന്നില്ല, ആരെയും ഹാം ചെയ്യാതെ ഒരു ഇതായിട്ട് പോവുകയാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ആട്ടം മൂവി എനിക്ക് തോന്നുന്നു 2024 തിയേറ്ററിൽ വന്നത്. പക്ഷെ അതിന് മുന്നേ 2023 അവാർഡ് കിട്ടിയ 2023 അല്ലേ? 2023 അവാർഡ് കിട്ടിയത് മികച്ച മലയാള സിനിമ, മികച്ച ഫീച്ചർ ഫിലിം. മലയാള സിനിമയല്ല, ഫീച്ചർ ഫിലിം. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുക. ഇപ്പൊ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ച് പോയി കാണുക. ഇതൊരു സത്യം പറഞ്ഞ ഇതൊരു ഫെസ്റ്റിവൽ പടമാണെന്ന് പറഞ്ഞ് കാണാതിരിക്കില്ല. കാരണം അത്രയും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള, അത്രയും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടമാണ്, ത്രില്ലറാണ്. അല്ലാതെ ഒരു അവാർഡ് പടം എന്നുള്ള ഒരു ഇതില്ല. ഇല്ല, നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെയാണ് ഈ പടം കണ്ടത്. ഒരു കൊമേഴ്ഷ്യൽ മൂവി പോലെ പോയി കണ്ട പടം. അതിന്റെ ഫോം ഓഫ് സ്റ്റോറി ടെല്ലിങ് അത് ഭയങ്കര വ്യത്യാസമാണ്. അത് അതിന്റെ എൻഡിങ്ങും നമുക്ക് ഭയങ്കര നമ്മളെയും കൂടെ അഫക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ്. അത് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നടത്തുന്ന ഒരു നാടകം. അതെ, ഒരു പ്ലേ, ഒരു നല്ല കിടിലം, നല്ല ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു പ്ലേ. അതിൽ ആകെ ഒരു ലേഡി ക്യാരക്ടറാണുള്ളത്, ബാക്കി എല്ലാം ജെൻസ് ആണ്. അത് ജെൻസ് എന്ന് പറയുമ്പോൾ പല ജോലി ചെയ്യുന്ന ആൾക്കാർ, പല കാറ്റഗറിയിൽ പല പേഴ്സണാലിറ്റീസ് ഉള്ളവരാണ്. ഏതാണ്ട് തുടക്കത്തിൽ തന്നെ കുറച്ച് ആൾക്കാരുടെ പേഴ്സണാലിറ്റീസ് ഒക്കെ അവരിങ്ങനെ റിവീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിൽ ഒരാള് മാത്രമാണ് ഒരു സിനിമ നടനും കൂടി. പുള്ളി കുറച്ച് പുള്ളിയുടെ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കും. പുള്ളിയാണ് അതില് അവിടെ ലൈഫ് സ്റ്റൈലിൽ നോക്കുമ്പോൾ പുള്ളിയാണ് കുറച്ചും കൂടെ ഒരു ലൈഫ് സ്റ്റൈല് കുറച്ച് കൂടുതലുള്ള ആള്. ബാക്കിയുള്ളവരെല്ലാരും പ്ലംബർ, ഹോട്ടലിൽ നിൽക്കുന്നവര്, ഷെഫ്, അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ സാധാരണക്കാരാണ് ബാക്കിയുള്ളവർ. പുള്ളിയാണ് കുറച്ചും കൂടെ ഒരു ഇലേറ്റ് ആയിട്ട് നടക്കുന്നത്. ഒരു എലൈറ്റ് ക്ലാസ് ഉള്ളത് പുള്ളിയാണ്. പക്ഷേ പിന്നെ ഒരു പുള്ളിയും കൂടി ഉണ്ട്, അവരെല്ലാവരും കൂടി കൂടുന്ന ഒരു സ്ഥലമാണ്. ആ പുള്ളിയും കുറച്ച് വെൽ ഓഫ് ആണ്. പുള്ളിയുടെ വൈഫ് അത്യാവശ്യം നല്ലൊരു ജോബാണ്. പക്ഷേ ഈ ഗ്രൂപ്പിൽ ഒരു പവർ പൊളിറ്റിക്സ് കാണിക്കുമല്ലോ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്പാരിറ്റി, പവർ ഡിസ്പാരിറ്റി ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ കലാഭവൻ ഷാജോൺ അഭിനയിച്ച ക്യാരക്ടർ. ഷാജോണിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ അതിലെനിക്ക് വന്നിട്ടുള്ള ഒരു സീനിയേഴ്സ് ഒരു 2-3 പേരുണ്ട്. അവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു 2-3 പേരുണ്ട്. അവരാണ് ഇതിന്റെ അവസാനത്തെ വാക്ക്. ഇതിനും ഒരു ഡയറക്ടർ ഉണ്ട്. പുള്ളി കഴിഞ്ഞ ഇതിന്റെ അവസാനത്തെ വാക്ക് എനിക്ക് തോന്നുന്നു ഷാജോണിനെക്കാളും അപ്പർ ഹാൻഡുള്ള ഒരു 3 പേരുണ്ട്. അതിലത്തെ കുറച്ച് പ്രായമുള്ള സീനിയേഴ്സ് 3 പേരുണ്ട്. അവർക്കും പവർ ഉള്ളതാണ്. അതെ, പക്ഷെ അവർ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ എല്ലാ സ്വഭാവം ഭയങ്കര കിടിലാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു സാധാരണക്കാരൻ ഒരു മനുഷ്യനുണ്ട്, ഒരു പെട്രോൾ പമ്പിൽ ഇരിക്കണം. അപ്പൊ പുള്ളിക്ക് ഫസ്റ്റ് ഇയർ ഒരു ഇതിൽ കാണിക്കും, പുള്ളിക്ക് ഒരു അസുഖമുണ്ട്, ഒരു ബ്രെയിൻ ട്യൂമർ. അതെ, ലൈഫ് ത്രെറ്റനിങ് ആണ്. അപ്പൊ അതിനുള്ള കാശൊന്നുമില്ല. പക്ഷെ പുള്ളി ഈ ക്യാരക്ടർ ഉണ്ടല്ലോ, ലേഡി ക്യാരക്ടറുമായിട്ട് ഭയങ്കര റാപ്പാണ്. ഒരു അച്ഛൻ മകൾ റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ അവരും ആ ലേഡി ക്യാരക്ടർ തന്നെ, ഇതിലെ ഫീമെയിൽ ആക്ടർ തന്നെ ഭയങ്കരമായിട്ട് അവർക്കൊരു അഫെക്ഷൻ അവരോട് ഉണ്ട്. തിരിച്ച് പുള്ളിക്കാരനെ ബാക്കി ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും പുള്ളിക്കാരെ ഇത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ആ ഒരു ബോണ്ട് തമ്മിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നി പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അവരുമായിട്ട് ജെല്ലായിട്ടുള്ള ഒരു ഇതാണ്. ഈ എല്ലാരെയും ഭയങ്കര ട്രസ്റ്റ് ആണ് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരി 16-ാമത്തെ വയസ്സിലാണ് ഇതിൽ തുടങ്ങുന്നത്. അതെ, അപ്പൊ അത്രയും കണക്ഷൻ ഉണ്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട്. ഈ ഷാജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ വന്നിട്ട് കുറച്ച് നാളായി, റീസെന്റ് വന്നതാണ്. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും അവിടെ ഉണ്ട്. കാര്യം നമ്മുടെ വിനയ് ഫോർട്ട് ആയിരുന്നു നാടകത്തിൽ നായകനായിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരനെ ചേഞ്ച് ചെയ്തിട്ടാണ് കലാഭവൻ ഷാജോൺ അവിടെ നായകനായിട്ടൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ചെറിയൊരു അതിന്റെ ഒരു എന്റെ എന്ന് വെച്ചാൽ ഇത്രയും നാളായിട്ട് നായക വേഷത്തിൽ ഇരിക്കുന്ന ആള് ഒരു സിനിമാ നടനും കുറച്ച് ആള് വന്നപ്പോ പുള്ളിയെ മാറ്റി
ഷാജോനെ ആക്കിയപ്പോഴ് പുള്ളിക്ക് ഒരു ഇത് വിനയ് ഫോർട്ടിന് സൈഡ് ക്യാരക്ടർ ആവാൻ വയ്യ, ഈഗോ ഭയങ്കരമായിട്ട് ഈഗോ. പിന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ആശാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി എക്സ്പെരിമെന്റ് ചെയ്യണം എന്നല്ലേ ആശാൻ പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് എന്നെ മാറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പം പുള്ളി പറയുന്നുണ്ട് പുള്ളി കാരണമാണ് നമുക്ക് കൂടുതൽ പ്ലേസ് കിട്ടുന്നത്. 9 മാസം കൊണ്ട് 9 എന്തോ കൂടുതൽ കിട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ബിസിനസ് അതെ മൈൻഡ് സെറ്റില് മറ്റേ പുള്ളിയാണ് ഇപ്പം അത് എല്ലാവർക്കും ഗുണമല്ലേ, അവർക്ക് കൂടുതൽ പൈസ കിട്ടിയല്ലേ എന്നുള്ള രീതിയിൽ നീ നിന്റെ കാര്യം മാത്രമേ ആലോചിക്കുന്നുള്ളൂ എന്ന് ആശാൻ പറയും. അതൊരു സിംബയോട്ടിക് റിലേഷൻ തന്നെയാണ്. അവർ പറഞ്ഞ പോലെ അവൻ പറഞ്ഞ 2 പ്ലേയില് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു, പക്ഷെ പുള്ളി കാരണം കൂടുതൽ ബുക്കിംഗ് വന്നപ്പോ ഇപ്പൊ 9 എണ്ണമായി. പുള്ളി സൈഡായി. അതാണ് അതൊരു അവിടെ ഒരു ഇപ്പൊ കലാഭവൻ ഷാജോൺ അതിലൊരു എനിക്ക് തോന്നിയ ഇവര് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സെൽഫി എടുക്കാനായിട്ട് വരും. അപ്പൊ ആ സെൽഫി എടുക്കാൻ ആദ്യം ടീം എല്ലാരും കൂടെ കലാഭവൻ ഷാജോൺ ഇല്ലാതെ സെൽഫി എടുക്കാൻ വേണ്ടി അപ്പൊ ഷാജോൺ ഇതിനെ കയറി വരും, നായകനില്ലാതെ എന്തിനാ സെൽഫി എടുക്കണേ എന്നുള്ള രീതിയിൽ ചോദിക്കും. എന്നിട്ട് പിന്നെ മറ്റേ സെൽഫി എടുക്കാൻ നിനക്ക് പൊക്ക ഇല്ലാത്തോണ്ടാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോൺ മേടിച്ച് പിന്നെ മറ്റേ പുള്ളിക്കാരിയെ ഫ്രണ്ടിലോട്ട് നിർത്തി ഫോൺ എടുത്തിട്ട് ക്ലാരിറ്റി ഇല്ലാന്ന് പറഞ്ഞ് പുള്ളിയുടെ ഫോൺ തന്നെ എടുക്കും. പിന്നെ ഫോണിന് എടുക്കും. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം ഫ്രണ്ടിൽ വെച്ച് ആ ഒരു പവർ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മെയിൻ ആവൽ എങ്ങനെയാണ് എന്നുള്ളത്. വിനയ് ഫോർട്ടിന് അതിനിടയിൽ ഒരു താറ്റും അവര് തമ്മിൽ ഒരു സാധനം ഉണ്ട്. അതായത് അതിൽ തന്നെ പറയും പൊക്കം ഇല്ലാത്തവരൊക്കെ ഫ്രണ്ടിലോട്ട് വന്ന് പറഞ്ഞിട്ട് പുള്ളി എടുക്കും. അപ്പം വിനയ് ഫോർട്ട് പറയും ഈ ഫോട്ടോ എടുത്താൽ എന്നെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഒരു ചീത്ത വിളിച്ചാണ് പോണത്, നോക്കിയാൽ അതിന് ചീത്ത വിളിച്ചിട്ട് പുള്ളി ഇറങ്ങി പോകും. ഇവര് തമ്മിലുള്ള ഒരസൽ അതിൽ പ്രകടമാണ്. ഒരസലും ഉണ്ട്. വിനയ് ഫോർട്ട് ആകെ തകർന്നിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര വിഷമമാണ്. ഈ നായക ഒരു മെയിൻ അല്ലാത്തത്, നായക വേഷം അല്ലാത്തതുകൊണ്ട്, മെയിൻ ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് പുള്ളിക്ക് നല്ല രീതിയിൽ വിഷമിച്ചിരിക്കുകയാണ്. അല്ല അതൊരു വിഷമം ഉണ്ടാവുമല്ലോ, കാര്യം പുള്ളിയായിരുന്നല്ലോ ഇത്ര നാള് ഉണ്ടാവും. പക്ഷെ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് പുള്ളിനെ എടുത്ത് കളയാന്ന് പറയുമ്പോൾ മാനസിക പ്രയാസം ഉണ്ടാവും. മാനസികമായിട്ട് എല്ലാ മനുഷ്യർക്കും ഒരു പ്രയാസം ഉണ്ടാവും. പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ഡൈവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഒരു മാനസിക പ്രശ്നവും കാണും. ഡിവോഴ്സ് പ്രൊസീഡിംഗ് ഒക്കെ നടക്കുകയാണ്. പിന്നെ അതിൽ വേറൊരു ക്യാരക്ടറുണ്ട്, ഒരു പാവപ്പെട്ടൊരു ക്യാരക്ടറാണ്. അതിൽ ആദ്യം കാണുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് ഈ പുള്ളിക്കാരിയുടെ അടുത്തൊരു അടുപ്പമുണ്ട്. എന്നുവെച്ചാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരുടെ അടുത്ത് വന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളിക്കാരി നൈസായിട്ട് ഇപ്പം സമയമില്ല എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തഴുകി തലോടി വിടും. കാണുമ്പോഴേ മനസ്സിലാവും മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റേ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ തന്നെ മിക്ക പെൺപിള്ളേർക്കും മനസ്സിലാകും ഇതായിരിക്കും. പിന്നെ എനിക്കോട് പുള്ളിക്കാരിക്ക് ഹേർട്ട് ചെയ്യാൻ വയ്യാത്തോണ്ടാണ് ഒന്ന് മാറ്റുന്നത്. ആദ്യം പറയൂല, മറ്റേ ഇതിന് മുന്നേ പറയൂല, പ്ലേയുടെ പറയൂല. കാര്യം അത് ചിലപ്പോൾ അഫക്റ്റ് ആവുമല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ അതിൽ തന്നെ കാണിക്കും ഇവര് തമ്മിലൊരു അടുപ്പമുണ്ട്. വിനയ് ഫോർട്ടും പുള്ളിക്കാരിയായിട്ടുള്ളത് നല്ല റാപ്പമാണ്. അവരും ഒരുമിച്ചാണ് വന്നത്. അവര് നല്ല റാപ്പ് അവര് തമ്മിലൊരു അവർക്ക് ഒരു അവരുടെ അഫെയർ ഉണ്ട്. അത് പക്ഷെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് അറിഞ്ഞൂടാ അങ്ങനത്തെ രീതിയിലുള്ള അറിയാം, പക്ഷെ പറയാറില്ല. വിനയ് ഫോർട്ട് അതിന് സീക്രട്ട് ആയിട്ട് വെച്ചേക്കണോന്നുള്ള ഒരു ഇതുണ്ട്, പുള്ളിക്കാരിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ വിനയ് ഫോർട്ടിന് എന്തോ ഒരു പേടി. പുള്ളിക്കാരി ഓക്കെയാണ്, പുള്ളിക്കാരിക്ക് ഓക്കെയാണ് എന്താന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ വിനയ് ഫോർട്ടിന് കല്യാണമൊക്കെ കഴിച്ചതല്ലേ, അപ്പം അതിന്റെ ഒരു ഡിവോഴ്സ്. അപ്പൊ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ കാണിക്കുന്ന നാടകമാണ്. ഇവരുടെ ഈ നാടകം സ്റ്റേജിൽ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കണക്ക് നമ്മുടെ ഈ ഷാജോൺ 2 വിദേശികളെ കൊണ്ടുവന്നിട്ട് ഇവരെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വിദേശികൾ ഇവർക്കൊരു റിസോർട്ടിൽ എന്തോ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട്. അതെ, ഈ 2 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വന്ന ഓഡിയൻസ് ആണ് ഈ 2 പേരും. വിദേശികൾ ഉദ്ദേശിച്ച 2 ഫോറിനേഴ്സ് ഉണ്ട്. അപ്പൊ ഈ വിദേശികൾ സ്വദേശികളുമായി വിദേശി മദ്യമാണ് എനിക്ക് സ്വദേശികളുമായി ചേർന്ന് ഒരു റിസോർട്ടിൽ ഞാൻ പറയണ നിങ്ങൾ പറ. 2 ഫോറിനേഴ്സ് ഈ അല്ലെ ഷാജോൺ ആദ്യമേ പറയും, നേരത്തെ പറഞ്ഞ ഈ മെയിൻ ആവലിന്റെ ഇതുണ്ടല്ലോ, അതിൽ തന്നെ പറയും ശ്യാം പുഷ്കരനും പിന്നെ ദിലീഷ് പോത്തനും എന്തോ ഈ സിനിമ ഈ പ്ലേ കാണാൻ ചിലപ്പോ വരും. അതായത് എന്റെ ഇത് കാരണം അത് സംഭവം ആ സീന് ഭയങ്കര ഇതാണ്. വെച്ചാൽ ആശാനാണ് അതിന്റെ പവറിൽ ഏറ്റവും നിൽക്കണം, ഹൈറാർക്കിയിൽ ഏറ്റവും മുമ്പിൽ. പുള്ളിയാണ് മറ്റേ നമ്മൾ ക്യാപ്റ്റൻ പറയൂലേ, അതിങ്ങനെ ചെയ്യണം, ഒന്നും പറയില്ല, ഇങ്ങനെ ചെയ്യണം. അപ്പോഴ് ഷാജു ഞാനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, പുള്ളി
പുള്ളി പറയാം. അപ്പോഴും ഇതേപോലെ ശ്യാം പുഷ്കർ സിനിമാക്കാരും എന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വന്നിട്ടുണ്ട്, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ മിക്കവാറും വരുമായിരിക്കും. നിങ്ങൾ എല്ലാവരും അതിനനുസരിച്ച് പെർഫോം ചെയ്താൽ എല്ലാവർക്കും ഗുണം ഉണ്ടാവും. പിന്നെ എന്റെ 2-3 ഫോറിൻ ഫ്രണ്ട്സും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരു ഇതാക്കണം, കളറാക്കിയ എല്ലാവർക്കും ഒരു ഉപയോഗം ഉണ്ടാവും. ഇവിടെ പലർക്കും ഒരു ഉപയോഗം ഉണ്ടാവും എന്ന് പറയാം. അതായത് ഇത് ഞാൻ കാരണം. അതെ, ഞാൻ കാരണം. അപ്പൊ പുള്ളി അതൊരു മെയിൻ ആവലിന് വേണ്ടി കൊണ്ട് ഇതൊരു തള്ളലും ഉണ്ട് പുള്ളിക്ക്. കലാമശാഖ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശ്യാം പുഷ്കറിന് അറിഞ്ഞൂടെ പുള്ളിക്ക് ഒരു തള്ളലുണ്ട്. അത് മറ്റേ ഇതിൽ കൂട്ടത്തിൽ ഒരാളെ മറ്റേ ഒരു സ്ത്രീലമ്പടനാക്കാൻ വേണ്ടിട്ടൊരു പണി ചെയ്യും. അതായത് ഈ ആശാനുമായിട്ട് എന്തോ ഒരു ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കും. ഒരു ഹിന്ദിക്കാരിയെ അവര് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കലാമാശാണ് ചുമ്മാ വന്നിട്ട് പറയും, ആശാൻ തിരക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളെ ആദ്യം ആശാൻ എടുത്ത് പറയും ഇന്ന ആള് വരും, നമ്പർ ഇറക്കിക്കൊണ്ട് വരും, കാണാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോകും. പുള്ളിക്കാരിയെ കാണാനാണ്. എന്നിട്ട് മറ്റവന്റെ അടുത്ത് നിന്നിട്ട് പറയും, നിന്നെ ആശാൻ വിളിക്കുന്നുണ്ട്, എന്തോ അത്യാവശ്യമാണെന്ന് എന്തോ സീരിയസ് ആണ്, നീ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ചോദിക്കും. അതെ. അപ്പം മറ്റേങ്ങീര് ഒരുമാതിരി കളിയാക്കി അങ്ങ് വിടും. ഇത്രയും പ്രായമുള്ള 2 പിള്ളേരില്ലേ, അങ്ങനെ കളിയാക്കി വിടും. അതായത് ഒരു ചുമ്മാ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, ഒരു പ്രാങ്ക്. ഒരു പ്രാങ്സ്റ്റർ ആണ്. എന്നിട്ട് മറ്റേ ഇത് കണ്ടിട്ട് മറ്റേ പുള്ളിക്ക് ഹേർട്ട് ആവും. എന്നിട്ട് മനസ്സിലാവും അങ്ങേര് കളിയാക്കിയാണെന്ന്. അങ്ങേരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിരട്ടും, പിടിച്ച് വിരട്ടിയിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് പഠിച്ചുപോയോ എന്ന് ചോദിക്കും. അപ്പോഴും നമുക്കൊരു ഇത് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പുള്ളിയില്ലേ, ഈ അച്ഛനെ പോലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി ദൂരെ നിന്ന് കണ്ടിട്ട് ഷാജോണിനെ വിരട്ടും. അതായത് ഈ പ്ലേക്കകത്ത് അവർക്ക് 3 പേർക്കും, ആ സീനിയേഴ്സിന് 3 പേർക്കും ഉള്ള ഒരു ഇൻഫ്ലുവൻസിൽ കാണിക്കുന്നുണ്ട്. ഷാജോണിന് പോലും അങ്ങേരെ അവരെ 3 പേരെ ഇത്തിരി റെസ്പെക്ട് ആണ്. ബാക്കിയുള്ളവരാക്കുമെങ്കിലും 1-2 പേരെ പുള്ളിക്ക് റെസ്പെക്ട് ഉണ്ട്. പ്രായം കൂടുതലിന്റെ ഒരു റെസ്പെക്ട് ഉണ്ട്. പ്രായവും സീനിയോറിറ്റിയും അവർ അത്യാവശ്യം നല്ല സീനിയേഴ്സ് ആണ്, അതിന്റെ റെസ്പെക്ട് ഉണ്ട്. എനിക്ക് പക്ഷെ ആ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് ഈ നമ്മൾ റെസ്പെക്ട് കൊടുത്ത് ഒതുക്കുക എന്നുള്ളൊരു സെറ്റപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്ക് അറിയാം, പുള്ളിക്കാണ് ഹോൾഡ്, പുള്ളിക്കാണ് പവർ, പക്ഷെ എല്ലാരോടും പോയി പവർ കാണിക്കൂല. അത് ബുദ്ധിയാണ്. അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി കാണിക്കാതെ, ഇപ്പം സീനിയർ ആണ്, ഇപ്പൊ അവരുടെ ആ ഒരു ഈ ചിലർക്ക് ഇങ്ങനെ ഭയം, ഒരു വിനയം കാണിച്ചാലും മതി, ഒളിച്ചിരുന്ന് ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, കാണുമ്പോൾ വിനയം കാണിച്ചാൽ. അപ്പൊ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ടെക്നിക്കാണ് അവിടെ ഉപയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മാനിപ്പുലേഷൻ അതാണ് ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ പ്ലേ നല്ല പ്ലേ ആണ്. അപ്പൊ പ്ലേ കഴിയുമ്പോഴത്തേക്കും ഇവര് തന്നെ വിളിച്ചിട്ട്, അതായത് ഷാജോൺ വിളിച്ചിട്ട് തന്നെയാണ്. ഷാജോണിന്റെ 2 ഫോറിൻ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഈ പ്ലേ ഭയങ്കര ഇഷ്ടപ്പെടും. അവര് വന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും. എന്നിട്ട് ആ ലേഡി ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ചെയ്തെന്നുള്ളതും പറയും. കാര്യം അവരുടെ ഗ്രൂപ്പിൽ ഒരു ലേഡിയേ ഉള്ളൂ. അപ്പം അവര് നന്നായിട്ട് എക്സെപ്ഷണലായിട്ട് ആക്റ്റീവും ബാക്കിയുള്ള ആണുങ്ങളെക്കാൾ കൊള്ളാമെന്ന് തന്നെ പറയും. എന്നിട്ട് അവര് പറയും, ഇത്രയും ഈ പ്ലേ ഇത്രയും നന്നതായതുകൊണ്ട് ഫോട്ടോ വെച്ചില്ല, എന്തോ അവർക്കൊരു റിസോർട്ട് ഉണ്ട്, അപ്പൊ ഇന്ന് അവിടെ ഒഴിവാണ്, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ട്രീറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം ഹാപ്പി അടിക്കാന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യാൻ പോകും. അതിനിടയ്ക്ക് മറ്റേ വേറൊരു ക്യാരക്ടർ ഉണ്ട്, മറ്റേ പുള്ളിക്കാരൻ വൈഫിന്റെ അടുത്ത് ഒരാൾ വൈഫിനെ കൊണ്ടാണ് പറയുന്നത്. അതിലൊരു 1 ഓഫ് ദ സീനിയർ ക്യാരക്ടർ ഒരു ഫാമിലി മാൻ ആണ്. അതിൽ കാണിക്കുന്ന പക്ക ഫാമിലി മാൻ ആണ്. വൈഫുമായിട്ടേ വരുള്ളൂ, വൈഫും കൊച്ചുമുണ്ട്. പിന്നെ പുള്ളിക്ക് കുറച്ച് റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ആണ്. ഈ വെള്ളമടിയൊന്നും അധികം ഇഷ്ടമില്ലാത്തൊരു പുള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിന്റെ ഇറക്കമൊക്കെ നോക്കും. അതിലും പറയും, പുള്ളി വന്നിരുന്നിട്ട് ഇങ്ങനെ മറ്റേ ഇത് പറയൂലേ, അവിടുത്തെ ഷോൾ ഇടാൻ പറ എന്നുള്ള സെറ്റപ്പ്. അതായത് ഇതിനു വേണ്ടി, അവരുടെ നല്ലതിന് വേണ്ടി പറയൂലേ. അതെ. എന്ന് വെച്ചാൽ പുള്ളിക്ക് ഈ ഇത് മറ്റേ ഈ ഫീമെയിൽ ആക്ടർ വന്നിട്ട് ഇടപഴകണത്, ഈ ഇവരുമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടണത്, പിന്നെ മദ്യം കുടിക്കുന്നത്, പിന്നെ അങ്ങനെയൊന്നും പെരുമാറുന്നത് പുള്ളിക്ക് അത്ര താല്പര്യമില്ല. അത് പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അത് ഭാര്യയുടെ അടുത്താണ് പറയണത്, നീ അവളുടെ അടുത്ത് പറ, എങ്ങനെയൊന്നും ചെയ്യരുത്, അത് ഡ്രസ്സ് നേരെ ഇടാനൊക്കെ പറയാം, നീ അവളോടൊന്ന് ഡ്രസ്സ് നേരെ ഇടാൻ പറയാം. ഇങ്ങനെ ഭയങ്കര ഇതായിട്ട്, അതായത് കെയറിങ് ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ മുഖത്ത് ഒരു ദേഷ്യമുണ്ട്, പുള്ളി ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്, പക്ഷെ പറയാനും വയ്യ. ഇതൊരു സംസ്കാരത്തിന് ചേർന്നതാണോ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി, സംസ്കാരത്തിന് അഫക്ട് ചെയ്യുന്ന രീതിയിൽ പുള്ളിയുടെ മുഖത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ല ആ ഒരു ഭാവമുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഷാജോൺ ആണെന്ന് തോന്നുന്നു ഇത് കൊടുക്കും, അല്ലെ ഒഴിച്ചു കൊടുക്കും. ഷാജോൺ ആണെന്ന് തോന്നുന്നു. അതായത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ലിക്കർ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വാങ്ങുമ്പോൾ തന്നെ നോക്കും. അത്
വിനയ് ഫോർട്ട് നോക്കും. വിനയ് ഫോർട്ട് നോക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ യവൻ വീണ്ടും ഇവിടെ വന്ന് കഴിഞ്ഞ് വിനയ് ഫോർട്ട് പുള്ളിക്കാരൻ ലവറാണ്. അപ്പൊ ആ ഒരു ഈഗോ ഉണ്ട്. യവൻ മെയിൻ ആവുന്നത് കാണുമ്പോൾ ഉള്ള ഒരു ഇതും കൂടിയാണ്. അത് നോക്കും. എന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൽ തന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിന്റെ ചുറ്റുവട്ടത്തിരുന്നാണ് അവർ ഈ ആഘോഷം നടക്കണം. അപ്പോഴത്തേക്കും വിനയ് ഫോർട്ട് നോക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരിയെ പിടിച്ച് എല്ലാരെയും ഇങ്ങനെ തള്ളിയിടും. ഷാജോൺ മെയിൻ ആണല്ലോ ഈ പ്രാങ്ക് കാണിക്കുന്ന സെറ്റപ്പില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്കയിടത്തും ഉണ്ട്. അതായത് ഇത്തിരി ബാലയൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാ ഈ ഇത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ, അല്ല ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഒരു അടി ഈ സാധനം എടുത്തെറി, ആൾക്കാരുടെ ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തെറി, അതുപോലത്തെ ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. അതായത് അങ്ങ് തള്ളിയിടും, അവരുടെ ഇഷ്ടമില്ലാതെ പിടിച്ചങ്ങ് തള്ളിയിടും. അപ്പോഴും വിനയ് ഫോർട്ട് വന്ന് വിനയ് ഫോർട്ട് ഒരു തക്കം നോക്കി നിൽക്കുകയാണ്. എങ്ങനെ വിനയ് ഫോർട്ട് നോക്കുകയാണ്, എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ വിനയ് ഫോർട്ടിന് ഷാജോണിനെ എങ്ങനെ ഇവിടുന്ന് വിനയ് ഫോർട്ടിന് എന്ന് പറഞ്ഞാൽ ഈ ഷാജോണുമായിട്ട് ഈ ഒരു ഇഷ്യൂ മാത്രമല്ല, ഈ തന്റെ സ്ഥാനങ്ങൾ ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പം തന്റെ കാമുകിയുടെ ആ ഒരു സ്പേസും അങ്ങേര് എടുത്തുകൊണ്ട് പോകുന്നു. ഇപ്പം മറ്റേ അഭിനയിക്കുന്ന ആ ഒരു സ്പേസും എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഒരു ഷാജോന്റെ അടുത്ത് ഒരു മതിപ്പുണ്ട്. അതൊക്കെ വിനയ് ഫോർട്ടിന് അതൊരു ഇത് മറ്റേ എന്റെ നായകസ്ഥാനം മാത്രം പോണത് മാത്രമല്ല, മൊത്തത്തിലൊരു ഇൻഫ്ലുവൻസ് ടോട്ടലി അങ്ങ് പുള്ളിയുടെ സ്ഥാനം എടുത്തോണ്ട് പോയേ. പുള്ളിക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് അങ്ങ് ഒഴിവാക്കപ്പെട്ട അതിന്റെ ഒരു ഈഗോ. പുള്ളിയുടെ കരിയറിൽ ഒരു ബ്ലോക്കാണ് ഷാജോൺ എന്ന് പറയുന്നത്. ഷാജോൺ നിൽക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ കരിയർ ഇത്തിരി സ്റ്റാഗ്നന്റ് ആവും. സ്റ്റാഗ്നന്റ് എനിക്ക് തോന്നിയത് പുള്ളിയുടെ സ്പേസ് പിന്നിലോട്ടായി പുള്ളിയുടെ സ്പേസ്. പുള്ളിയായിരുന്നു നേരത്തെ അവിടെ നായകൻ. പുള്ളി ഇപ്പം ഏതെങ്കിലും നാടകത്തിനെ കുറിച്ച് അപ്രിസിയേഷൻ ഒക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ പുള്ളിക്കാരിക്കാണ് കിട്ടുന്നത്. പക്ഷെ ആ ഒരു സ്പേസ് പുള്ളീനെ അങ്ങ് ബാക്കിലോട്ടാക്കിയിട്ട് അവിടെ കലാഭവൻ ഷാജോൺ വന്ന് ബിക്കോസ് ഓഫ് കലാഭവൻ ഷാജോണിന്റെ ഇൻഫ്ലുവൻസും ഫെയിമും അതുണ്ട്. അത് ആ പ്ലേ കഴിയുമ്പോൾ തന്നെ ഷാജോണിന് ഒരു ഷോളൊക്കെ ഇട്ട് ഒരു അവാർഡ് കൊടുക്കും. അപ്പം വിനയ് ഫോർട്ട് ദൂരെ നിന്ന് ഞാൻ നോക്കും. അത് എവിഡന്റ് ആണ്, മുഖത്തുള്ള ആ നിരാശയും അമർഷവും ഒക്കെ എവിഡന്റ് ആണ് ആ ഒരു സീനിൽ. പിന്നെ ഇതിനിടയ്ക്ക് ഈ സംഭവങ്ങൾ ഈ റിസോർട്ടിൽ പോകുന്ന ആ ടൈമിൽ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കലാഭവൻ ഷാജോൺ ഇതിലുള്ള ഒരാൾക്ക് എന്തോ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന സംഭവങ്ങളുണ്ട്. പുള്ളിക്കാരിയുടെ അടുത്ത് ക്രഷുള്ള മനുഷ്യൻ, ഒരു ട്രാവൽസ് ഒക്കെ നടത്തുന്ന ഒരു പുള്ളി, അങ്ങനെ ചെക്ക് എഴുതി കൊടുക്കുന്നു, വേറെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എന്തോ ഡെപ്റ്റിലൊക്കെ ആണ്. അപ്പോഴ് പുള്ളിയുടെ ഒരു സഹായം എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ചെന്ന് നമ്മുടെ നായികയെ പ്രപ്പോസ് ചെയ്യാൻ നേരത്ത് നായിക റിജക്ട് ചെയ്ത് വിടും. അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഈ റിസോർട്ട് ചെന്നതിന്. എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂല, ബോറാണ് ചേട്ടൻ, എന്താണ് പറയാൻ പറഞ്ഞത് എനിക്ക് അറിയാം, അത് വേണ്ട, ഇന്നത്തോടെ ഇവിടെ നിർത്താം, അത് ബോറാവും എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒതുക്കി വിടുന്നുണ്ട്. പിന്നെ ഉള്ള ഇതെന്ന് വെച്ചാൽ വേറൊരു ക്യാരക്ടർ ഉണ്ട്. അത് പുള്ളിക്ക് ഒരു കാമുകിയുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ കോളിലാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരനെ റെസ്ട്രിക്ട് ചെയ്യാണ്, മദ്യപിക്കരുത്, ഒരു തുള്ളി പോലും. അത് കാമുകിയാണോ വൈഫാണോ? വൈഫല്ലേ? വൈഫാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോഴ് വൈഫോ കാമുകിയോ, കാമുകി ഇത്രത്തോളം റെസ്ട്രിക്ഷൻ. പക്ഷേ കാമുകി റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ആരെങ്കിലും നോക്കോ? വെള്ളം അടിക്കുന്ന സംഭവമൊക്കെ വൈഫല്ലേ സാധാരണ? ചില കാമുകിമാര് നോക്കൂലേ? നോക്കൂല്ലേ? പുള്ളിക്കാരൻ അടിക്കൂല, ആ ഒരു ഇതിൽ തന്നെ നിൽക്കും. പുള്ളിക്കാരൻ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. അത് പുള്ളി എങ്ങനെ ചെയ്തിട്ടും അത് കണക്ട് ആവുന്നില്ല. വേറെ ആരോ ഒരു ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെ നോക്കിയിട്ടും അത് കണക്ട് ആവുന്നില്ല. അപ്പോഴിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബ്ലൂടൂത്ത് കണക്ട് ആയപ്പം ഒരു ശബ്ദം, ഫോൺ കാണുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നു. അതാണ് കാണുന്നത്. ഈ ഫോൺ കാണുന്ന ആളെ പിന്നെ റിവീൽ ചെയ്യാതെ നമ്മുടെ മറ്റേ കുലപുരുഷനായിരുന്നു ഫോൺ കണ്ടോണ്ടിരുന്നത്, പിന്നീട് റിവീൽ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നായിക കിടക്കാനായിട്ട് റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴ് നായികക്ക് കൂട്ടായിട്ട് ഈ ഇതിന്റെ ടീംമേറ്റിന്റെ ഭാര്യയും ഒരു മോളും ഉണ്ട്. അപ്പോഴീ ആ ഒരു ഇത്ത പറയാണ്, മോക്ക് വയ്യ, എ സി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോഴവിടെ ഒരു ചൂടിന്റെ ഒരു അന്തരീക്ഷം ഉണ്ട്. അപ്പോഴും പുള്ളിക്കാരി സൈഡിൽ മാറി ജനലിനോട് ചേർന്ന ഒരു ദിവാങ്കോട്ടിലാണ് കിടക്കണം. ജനലും തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ആ സീൻ അങ്ങ് നമ്മള് ആ ഒരു ദിവസം രാത്രി പിന്നീട് രാവിലെ നമ്മുടെ വിനയ് ഫോർട്ട് വന്ന് ഈ പുള്ളിക്കാരിയെ തിരക്കുമ്പോൾ രാവിലെ 5:30 തന്നെ എന്തോ അർജന്റ് ഉണ്ടെന്നും പറഞ്ഞ് പോയെന്നാണ് ഈ ഇത്ത പറയണത് റൂമിൽ കിടന്ന.
പിന്നെ കാണിക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അല്ല, അപ്പൊ തന്നെ വിനയ് ഫോർട്ട് വിളിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരി. കുറെ തവണ വിളിച്ചിട്ടും അത് എടുക്കുന്നില്ല. അപ്പോഴേ ഒരു റോങ് എന്തോ ഫീൽ ചെയ്യും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വിനയ് ഫോർട്ടിന്, എനിക്ക് തോന്നുന്നു വിനയ് ഫോർട്ടിനെ തിരിച്ചു വിളിച്ചിട്ട് പുള്ളിയുടെ റെസ്റ്റോറന്റിലാണ് കണ്ടാൽ തന്നെ അവിടെ വെച്ചിട്ടാണ് റിവീൽ ചെയ്യണം ഇങ്ങനെ പുള്ളിക്കാരി ഒരു ഹരാസ്മെന്റ് നേരിട്ടു എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരി പറയും. അപ്പൊ അപ്പോഴേ വിനയ് ഫോർട്ട് ഇങ്ങനെ രോഷാകുലനാവും. നീ നേരത്തെ പുള്ളിക്കാരൻ പെട്ടെന്ന് ദേഷ്യമാണ് ചെയ്യണം. ഭയങ്കര ഷോക്കായിട്ട് നീ എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല, അങ്ങനത്തെ രീതിയിൽ പുള്ളി ഷൗട്ട് ചെയ്യണം പുള്ളിക്കാരി. ഒരു കംഫർട്ട് എന്നുള്ളതിനേക്കാൾ പുള്ളിക്കാരന്റെ ഒരു ദേഷ്യം എന്നുള്ളൊരു സാധനമാണ് പുള്ളിക്കാരെ കാണിച്ചത് ആ സമയത്ത്. അപ്പോഴത്തേക്കും പുള്ളിക്കാരിയും ഷോക്കായി. ആ ഒരു 2 ദിവസം ഞാൻ ഇതിന്റെ ഷോക്കായിരുന്നു. ആ ഒരു ഷോക്കിലാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോഴങ്ങനെ അപ്പോഴും ഒന്ന് വിനയ് ഫോർട്ട് ഒന്ന് തണുക്കും. അപ്പോഴും വിനയ് ഫോർട്ട് പറയണ മൊത്തത്തില് ഹരി എന്നുള്ള ഷാജോന്റെ ക്യാരക്ടർ ഈ പുള്ളിക്കാരി പറയുന്ന സംഭവം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് പറഞ്ഞത് മിക്കവാറും ഹരിയാണെന്നാണ്. ഇങ്ങനെ ഒരു ഹരാസ്മെന്റ് നേരിട്ടു എന്നായിരിക്കും പറഞ്ഞത്. ഹരാസ്മെന്റ് നേരിട്ടു, പിന്നെ ഒരു കീ ചെയിനും കിട്ടി. കാറിന്റെ കീ കിട്ടി. ഈ ഹരി നമ്മുടെ കലാഭവൻ ഷാജോന്റെ കാറിന്റെ കീയും കിട്ടി. പിന്നെ കലാഭവൻ ഷാജോന്റെ സെന്റ് ഉണ്ട്. സെന്റ് സാധനം എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സംഭവമാണ്. അതായത് ഈ സെന്റ് ആരൊക്കെ അടിച്ചു മാറ്റി, ആരോ അടിച്ചു മാറ്റി. നാടകം കഴിഞ്ഞ സമയത്ത് നാറണെന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുവന്ന ഒരാൾ അടിക്കുന്നു, എല്ലാവർക്കും അടിച്ചു കൊടുക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പുള്ളിക്കാരിക്ക് ഷാജോന്റെ മണമായിട്ട് തോന്നിയോണ്ടാണ് ഷാജോന്റെ കീയും കിട്ടി. ഷാജോന്റെ മണം മാത്രമല്ല, ഷാജോന്റെ പ്രസൻസ് പുള്ളിക്കാരി ഫീൽ ചെയ്തെന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി കൺഫേം. പിന്നെ കീന്റെ കാര്യം അതിന് മുമ്പ് കുറച്ച് സാധനങ്ങൾ ഇട്ട് വെക്കുന്നു. ഒരാള് ഷാജോന്റെ അടുത്ത് സിഗരറ്റ് ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴ് ഷാജോൻ കീ അവിടെ ഇരിപ്പുണ്ട്, നീ പോയി എടുത്തോ, ബാസ്കറ്റ് ഇരിപ്പുണ്ട്, നീ പോയി എടുത്തോ, കാറിലുണ്ടെന്ന് പറയും. പക്ഷെ അതിനു മുമ്പ് തന്നെ 2 പേര് ഈ പൂളിൽ പോയി കെട്ടൊക്കെ ഇറങ്ങിയവര് 2 പേരുണ്ടായിരുന്നു. അപ്പോഴും പുള്ളി ഇത് അടിക്കാൻ എന്തെങ്കിലും സാധനം ഉണ്ടാന്ന് ചോദിക്കും. അപ്പോഴ് അവന്റെ കയ്യിലൊരു സാധനമുണ്ട്, ഹരിയുടെ കയ്യിൽ, ഷാജോന്റെ കയ്യിലൊരു സാധനമുണ്ട്. അത് ചോദിച്ചാൽ തരുമെന്ന് അറിഞ്ഞൂടാ. അപ്പോഴൊരാൾ പറയും ചോദിക്കാതെ നമുക്ക് എടുക്കാമല്ലോ, കീ പോരെന്ന് പറയും. അതെ, ഈ കീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരുടെ കയ്യിലാണെന്നുള്ളത് നമുക്ക് കൺഫ്യൂസ്. ഈ 3 പേരുടെ കയ്യിലും, 4 പേരുടെ കയ്യിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഷാജോൺ. അതെ, ആരുടെ കയ്യിലാണെങ്കിലും വരാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ. നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയൂല ഇതാണെന്നുള്ളത്. ഇത് നമുക്ക് മാത്രമേ അറിയാവൂ. ഇവർക്കൊന്നും അത് അറിയില്ല. ഈ നായികയ്ക്കോ വിനയ് ഫോർട്ടിനോ അവർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അറിഞ്ഞൂടാ. പുള്ളിക്കാരിക്ക് ഒരു പ്രസൻസ് ഫീൽ ചെയ്ത് കലാഭവൻ ഷാജോന്റെതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഷാജോനെ പുള്ളിക്കാരി കണ്ടിട്ടില്ല. പക്ഷെ ഈ സംഭവം നടന്നു. അത് ഒരു സത്യമായിട്ടുള്ള സാധനം. നല്ലൊരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് പുള്ളിക്കാരി വിനയ് ഫോർട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടില്ല, പക്ഷെ ഈ അയാൾ അടിച്ച സെന്റിന്റെ പണം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറയും. ഈ സാഹചര്യ തെളിവ് വെച്ചിട്ട് പുള്ളിക്കാരിക്ക് തോന്നണത് പുള്ളി തന്നെയാണ്. സാഹചര്യ തെളിവിനെക്കാട്ടി കൂടുതൽ ഈ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് ആക്ച്വലി അത് നമുക്കും ചിലപ്പോ തോന്നും. ഇപ്പൊ ഈ ഉല്ലാസാണ് പിറകിൽ വന്ന് നിന്ന് എന്നെ അടിക്കാൻ പോണെങ്കിൽ നമുക്ക് തോന്നും. നമുക്കൊരു ഇപ്പൊ കുറെ നാൾ അടുത്തിടപഴകിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സിലാവും. ഓരോരുത്തരുടെയും ആ ഒരു വൈബ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. പക്ഷെ അതൊരു തെളിവായിട്ട് എടുക്കാൻ പറ്റൂല. എന്നാലും നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പോലത്തെ ഒരു സാധനം. അപ്പൊ അങ്ങനെ ഈ പുള്ളിക്കാരി ഇത് പറയും. പക്ഷെ അപ്പോഴേ നമ്മുടെ വിനയ് ഫോർട്ട് കൺഫേം ആക്കും. വിനയ് ഫോർട്ട് ഇത് ആക്ച്വലി ഒരു പുള്ളിക്കാരിക്ക് സംഭവിച്ചതിന് ഒരു എമ്പതിയേക്കാളും കൂടുതൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു സാധനം നോക്കി നടക്കുകയാണ്, എങ്ങനെ ഹരിയെ പുറത്താക്കാം, എന്നിട്ട് പഴയതുപോലെ ആവാന്നുള്ള സാധനം നോക്കണം. എന്നിട്ട് പറയും പുള്ളിക്കാരി ആദ്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ വരൂലെന്നാണ്, ഈ പ്ലേയിൽ ഞാൻ കാണൂല. പുള്ളിക്കാരി കാര്യം നമുക്കൊരു സ്ഥലത്ത് ആര് ചെയ്തെന്നുള്ളതല്ല, നമുക്കൊരു സ്ഥലത്ത് ഒരു സേഫ്റ്റി ഇല്ലാന്ന് നമ്മൾ ഇറങ്ങി പോവാൻ നോക്കും. പിന്നെ അവിടെ എന്ത് മെഷർ എടുത്താലും പുള്ളിക്കാരിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, മൊത്തത്തിൽ ഇറങ്ങണം. അങ്ങനത്തെ രീതിയിലാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്കാരി ഞാൻ ഈ ഗ്രൂപ്പ് വിട്ട് പോവുകയാണ്, അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞത്. ആ കംഫർട്ട്നെസ് മാറി. പുള്ളിക്കാരിക്ക് ആ സേഫ്റ്റി ഒട്ടും ഫീൽ ചെയ്യണില്ല. ഞാൻ ആരടുത്തും പറയാതെ ഇറങ്ങി പോവാ, അങ്ങനത്തെ ഒരു ഇതിലാണ് നിന്നത്. പുള്ളിക്കാരിക്ക് ആരടുത്തും റിവീൽ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം വിനയ് ഫോർട്ടാണ് പ്രഷർ ചെയ്യുന്നത്. ആളെ കണ്ടുപിടിക്കണം, അവരെ പുറത്താക്കണം, നീ ഇത് എനിക്ക് വിട്ടേര്, ഞാൻ ഇത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തോളാന്ന് പറയും. പുള്ളി ഇതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഒരു അവസരമായിട്ട് എടുത്ത് ഓപ്പർച്യൂണിറ്റി അവസരം പുള്ളിയുടെ സെൽഫിഷ് സെൽഫിഷ് സാധനം. ഈ പുള്ളിക്കാരിയാണ് ഇയാൾക്ക് ഇഷ്ടം.
ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരി പോകുന്നു, അത് ഈ ഒരു റീസൺ വേണ്ടി പുള്ളിക്കാരി പോകുന്നു. അപ്പൊ ഇത് പക്ഷെ ഇവനെ പുറത്താക്കാനുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ പുള്ളിക്കാരി നേരിട്ട ഒരു ആ ഒരു ബുദ്ധിമുട്ടാണ്. ആ ഒരു ട്രോമേനെക്കാട്ടി പുള്ളിക്കാരന്റെ ഇതെല്ലാം പോകുന്നു എന്നുള്ളത് പുള്ളിക്കാരന്റെ സെൽഫിഷ് നീഡ്സ് ആയിട്ട് അവിടെ കവറപ്പ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ വിനയ് ഫോർട്ട് ഇതൊരു സാധനം പുള്ളി തന്നെ ഇതെല്ലാം മാനേജ് ചെയ്തോളാം, പുള്ളി തന്നെ ഒരു എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നതാ, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് മനസ്സിൽ കണക്കൊക്കെ കൂട്ടി ആരുടെടുത്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പറയേണ്ടതെന്നൊക്കെ പ്രോപ്പറായിട്ട് ഇത് ചെയ്തിട്ട് പുള്ളി പോയി നേരെ അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുണ്ട്, ഇച്ചിരി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു എല്ലാവരിലും ജനകീയനായിട്ടുള്ള ഒരു പുള്ളിയുണ്ട്. അപ്പൊ പുള്ളിയുടെ അടുത്ത് ആദ്യമായി ചെന്ന് സംസാരിക്കും, അവതരിപ്പിക്കും. പുള്ളിയുടെ വീട്ടിൽ പോയി ഈ കാര്യം അവതരിപ്പിച്ചിട്ട് പറയും, നിങ്ങളടുത്ത് ഡയറക്റ്റ് ആയിട്ട് ഈ നായിക പറഞ്ഞതായിട്ട് വേണം വരാൻ, ഞാൻ വഴി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്പാക്ട് കുറയും, എൻ്റെ അടുത്താണ് വന്നെന്നുള്ള പറയണ്ടെന്ന് പറയും. അപ്പൊ പുള്ളിക്കും ഇതൊരു മെയിൻ ആവാനുള്ള ഒരു അവസരം പോലെയാണ് മറ്റേ പുള്ളിയും കാണുന്നത്. അപ്പം എന്നിട്ട് വിളിക്കും, ജസ്റ്റ് ഒന്ന് ഒരു പേരിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ വിളിച്ചിട്ട് പുള്ളിക്കാരന് ഒരു ഡൗട്ട് ഉണ്ട് ഈ വിനയ് ഫോർട്ടിനെ. അപ്പോഴ് മൊത്തത്തിലൊന്ന് വിളിച്ച് കൺഫേം ചെയ്യും. അപ്പോഴ് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതും ആവുമല്ലോ, പ്രസന്റ് ചെയ്യുമ്പോഴും പറഞ്ഞതും ആവുമല്ലോ, അപ്പോഴങ്ങനത്തെ രീതിയിൽ നിൽക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു സാധനമുണ്ട്, നമ്മൾ വിട്ടുപോണതാണ്. ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്, ഈ ഹരിയുടെ ഡ്രൈവറായിട്ടൊക്കെ മുന്നേ ജോലി ചെയ്തൊരു പുള്ളിയുണ്ട്. പുള്ളിക്ക് ഹരിയുടെ അടുത്ത് ഒരു ഈഗോയൊക്കെ ഉണ്ട്, ഇത്തിരി ചെറിയ ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഈ വിനയ് ഫോർട്ട് നേരത്തെ ഇത് സൂചിപ്പിച്ചേക്കും, അത് കാണിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സാധനമാണ്. പുള്ളിക്ക് അത്യാവശ്യം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്, ഇത്തിരി ട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഈ ഹരിയെ പുറത്താക്കണമെന്ന് വിചാരിക്കുന്ന രണ്ടുപേരുണ്ട് ഈ ഗ്രൂപ്പിൽ, അത് ഒന്ന് മറ്റേ പുള്ളിയാണ്. അപ്പം കോമൺ ആയിട്ട് ഒരാളെ വെറുക്കുന്നത് കൊണ്ട് ആദ്യമേ ഈ പുള്ളിയുടെ അടുത്ത് പറയും, ഞാൻ ഇങ്ങനെ ഒരു സാധനം പ്ലേ ചെയ്യാണെന്നുള്ള പറഞ്ഞേക്കും, ശത്രു മിത്രം എന്നുള്ള സെറ്റപ്പ്. അങ്ങനെ വിനയ് ഫോർട്ട് ഇവിടെ വന്നിട്ട് ഇതൊരു പൊളിറ്റിക്കൽ സാധനം പോലെ എടുത്ത് എങ്ങനെ പുള്ളിയെ ഹരിയെ പുറത്താക്കാന്നുള്ള ഒരു അജണ്ട ആയിട്ട് എടുക്കും. എന്നിട്ട് ഈ ഇൻഫ്ലുവൻസ് ഉള്ള ആളിനെ കൊണ്ട്, ലീഡറിനെ കൊണ്ട്, ഈ സീനിയറിനെ കൊണ്ട് എല്ലാവരെയും ഗ്രൂപ്പായിട്ട് വിളിച്ചു വരുത്താൻ നോക്കും. അതുപോലെ തന്നെ ഹരിയെ ഒഴിവാക്കിയിട്ട് വിളിച്ചു വരുത്താൻ നോക്കും. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഓക്കെയാണ്, ഓക്കെ ഇങ്ങനൊരു സാധനം വന്നു കഴിഞ്ഞാൽ ശരിയല്ലോ, ഇത്രയും ഇഷ്യൂ അല്ലേ, വലിയ ഇഷ്യൂ അല്ലേ. അപ്പൊ ഇവർക്ക് പുള്ളിക്ക് ഓക്കെയാണ്, ഹരി സീനിയറിന് ഓക്കെയാണ് അപ്പൊ തന്നെ പുറത്താക്കണമെന്നുള്ളത്. എന്നിട്ട് അവര് എല്ലാവരെയും വിളിച്ചു വരുത്തും. പിന്നെ ഇതിനിടയ്ക്ക് ഈ വിനയ് ഫോർട്ട് കുറച്ച് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളും ചെയ്യും. അതായത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീനിയേഴ്സിൻ്റെ അടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നായിക പറഞ്ഞു പോലീസിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്നുള്ളൊരു സാധനം കൊടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ കിടില നല്ലൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ, നല്ലൊരു മെഷർ എടുത്തില്ലെങ്കിൽ ഇത് പുറത്തു പോകും, നമ്മളുടെ കയ്യിൽ നിൽക്കാതെ വരും, എന്നിട്ട് ഈ നാടക കമ്പിക്ക് തന്നെ അതൊരു നാണക്കേടായിട്ട് മാറും എന്നുള്ളൊരു ഇല്ലാണ്ടാവുമല്ലോ, ട്രൂപ്പ് ഇല്ലാതാവുമല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അപ്പോഴാ ആ ഒരു കൺസേൺ ആണ് പറയുന്നത്. ഇത് വിനയ് ഫോർട്ട് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കേൾക്കണ ഒരു ഇതും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയ് ഫോർട്ടാണല്ലോ വന്ന് പറയുന്നത് എല്ലാരും വിളിക്കുക, പക്ഷെ ബാക്കിയുള്ളവരെയും കൂട്ടത്തില് ഒരാളെന്നുള്ള നിലയിലാണ് വിനയ് ഫോർട്ട് അവിടെ നിൽക്കുന്നത്. അതായത് ഈ സീനിയറിന്റെ അടുത്ത്, സീനിയറാണ് ഈ സാധനം അവതരിപ്പിക്കുന്നത്, ബാക്കി എല്ലാരെയും വിളിച്ചു വരുത്തിയിട്ട്. അപ്പൊ അത് കേൾക്കണ സമയത്ത് വിനയ് ഫോർട്ട് ഒരു ഭയങ്കര ഞെട്ടലൊക്കെ ഞെട്ടും, ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളെ പോലെ കോമൺ ആയിട്ട് ഇപ്പൊ കേട്ടതാണ്, മുന്നേ അറിഞ്ഞില്ല എന്നുള്ള ഇതൊക്കെ കാണിക്കും. അതൊരു ട്രസ്റ്റ് പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കുന്നതിനെക്കാട്ടും മറ്റേ ഈ പുള്ളിയാണ് ഈ ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവര് തമ്മിലൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ ഹരിനെ പുറത്താക്കാൻ വേണ്ടിട്ട് അവൻ അങ്ങനെ, പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജിലാണ് അവൻ പറയണത്, ആ ഒരു സാധനമുണ്ട്. പക്ഷെ അപ്പൊ അത് എനിക്ക് ഇമ്പാക്ട് കുറയുമെന്നുള്ള സാധനം തോന്നും. പിന്നെ പുള്ളിക്ക് ഈ നായികയായിട്ടൊരു അഫയറും നടക്കുന്നുള്ള കാര്യം ചെറുതായിട്ട് ബാക്കിയുള്ളവർക്ക് അറിയാന്നുള്ളതും വിനയ് ഫോർട്ടിന് അറിയാം. അപ്പൊ അവര് തമ്മിൽ ഒരു പ്ലാൻ ചെയ്ത് വരുന്ന സാധനമാണെന്ന് ഒരു ഡൗട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഈ സീനിയറിനെ കൊണ്ട് തന്നെ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേർക്ക് ഇതില് ആക്ച്വലി എതിരഭിപ്രായമുണ്ട്. ബാക്കി എല്ലാവരും, അതായത് അച്ഛനെ പോലെ ഇരിക്കുന്ന പുള്ളിയൊക്കെ ഭയങ്കരമായിട്ട് പറയും, ഭയങ്കര വികാരഭരിതനാവും. കാരണം അടിച്ച് കവാലക്കുറ്റി പൊട്ടിക്കുന്ന രീതിയിലാണ് പറയണത്. എന്ന് വെച്ചാൽ സ്വന്തം മോളുടെ ഉള്ള സ്നേഹം വികാരത്തില് അങ്ങ് പറയണം. അപ്പോഴ് വേറെ ഇത്ര വികാരത്തിലല്ല നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ളത്, നല്ല ഇതായിട്ട് ഹാൻഡിൽ ചെയ്യണം, അങ്ങനത്തെ രീതിയിൽ ഉപദേശിക്കും. അതിന് വേറൊരു സീനിയർ ഉണ്ട്, ഒരു തലമുടിയൊക്കെ നല്ല കറുത്തിട്ടൊരു സീനിയർ ഉണ്ട്. അപ്പൊ പുള്ളി
ഇടയ്ക്ക് വെച്ചിട്ട് പറയും എൻ്റെ ഇത് നോക്കണ്ട, ഇത് ഫുള്ള് ഡൈ ആണ്, ഇതിന്റെ നര സീനിയറിറ്റി കാണിക്കുക, എൻ്റെ നരയൊന്നും കാണിക്കേണ്ടെന്ന് പറയും. പുള്ളിയും ഈ 3-4 സീനിയേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും നേരത്തെ പറയണ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതായത് കെയറിങ് കൊടുക്കുന്ന ഒരു പുള്ളി, ആ പുള്ളിയും നായികയ്ക്ക് തന്നെയാണ് സപ്പോർട്ട്. ആദ്യമേ ഈ സീനിയേഴ്സ് എല്ലാം നായികയ്ക്ക് തന്നെയാണ് സപ്പോർട്ട്. പക്ഷെ മൊത്തത്തിൽ പുറത്താക്കണം. പക്ഷെ 1-2 പേർക്ക് ഒരു ചായ പോണ്ടി ഹരി എന്ന് പറഞ്ഞ അതിൽ ഒരാൾ ചായവിനെക്കാട്ടിയും കൂടുതൽ ഒരാൾക്ക് ഇതാണ് ഈ വിശ്വാസമില്ല, ഒരാൾക്ക് വിശ്വാസമില്ല. അത് ഈ പുള്ളിക്കാരിയെ വിശ്വാസമില്ല. കാര്യം പുള്ളിക്കാരിയുടെ എന്തോ അങ്ങേർക്കൊരു പണ്ടത്തെ ഒരു പാസ്റ്റ് അനുഭവം ഉണ്ട്, എന്തോ കല്യാണം ആലോചിക്കാൻ വേണ്ടി പോയപ്പോൾ കല്യാണം മുടക്കിയത് ഈ നായികയുടെ കസിന് പെണ്ണ് കാണാൻ എന്തോ പോയിട്ട് നായിക പറയും പുള്ളിക്കാരൻ എന്തോ കഞ്ചാവൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഉറപ്പില്ല. അതും കേട്ടതാണ് പുള്ളിക്കാരൻ. അപ്പൊ ആ പുള്ളിക്കാരൻ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ട്. ആ ഒരു ഇൻസിഡന്റും പറയും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും. പിന്നെ വേറൊരു കോമൺ ഒരു മനുഷ്യനുണ്ട്, പുള്ളി പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തോ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ട്, ഈ പെമ്പിളരെയൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അതായത് ആ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കാം. പക്ഷെ അത് വെച്ചിട്ട് എല്ലാവരും ജനറലൈസ് ചെയ്ത്, ഇപ്പൊ നമ്മൾ തന്നെ പല ഇൻസിഡന്റും കാണുമ്പോഴത്തേക്കും ചിലർ പറയൂല എവരെയൊന്നും നമ്പാൻ പറ്റൂല, എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഒരാൾക്കൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷെ പുള്ളി അങ്ങനെയാണ്, ആ കോമൺ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഓരോരുത്തരുടെ വ്യൂ പോയിന്റ്സ് എന്ന് പറയുന്നത് അവരുടെ ലൈഫും അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് മാറുന്നത്. അപ്പൊ അത് നമ്മള് എന്തായാലും അത് മാനിച്ചാലേ പറ്റൂ. കാര്യം ചിലപ്പോൾ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് വേറെയായിരിക്കും, അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളായിരുന്നു. അത് നമുക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ടാണ്. കണ്ടീഷൻസ് അങ്ങനെയാണ്. നേരത്തെ അവർക്ക് പാസ്റ്റ് എക്സ്പീരിയൻസിൽ ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും, അവരെ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ അവരെ ഇത് ചെയ്തതോ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഇപ്പൊ നമ്മളെ യൂട്യൂബിലൊക്കെ കമന്റ് ഇടുമ്പോ തന്നെ അവര് പേഴ്സണൽ അനുഭവം ഉള്ളതുകൊണ്ട് പറയണതായിരിക്കും, അല്ലാണ്ട് അവര് ഓൾ ഔട്ട് ആയിട്ട് ഇങ്ങനെ മറ്റേ ചീത്ത വിളിക്കാൻ വേണ്ടി പറയണമെന്നല്ല. അവരുടെ എക്സ്പീരിയൻസ് അതാണ്, ആ എക്സ്പീരിയൻസ് അതിലായിരിക്കും പറയുന്നത്. അത് ജനറലൈസ് ചെയ്യും. പക്ഷെ ആ സാധനം ജനറലൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴേ ഇതില് കുറെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ പുള്ളിക്കാരിയുടെ കൂടെ തന്നെയാണ് സ്റ്റാൻഡ് എടുക്കുന്നത്. അതായത് കുറച്ചും കൂടി നമുക്കതിൽ കാണാൻ പറയാൻ പറ്റും, കുറച്ച് ചിന്തിക്കുന്ന ആൾക്കാരും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരും പുള്ളിക്കാരിക്ക് തന്നെയാണ് ആദ്യം സ്റ്റാൻഡ് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് അനുകൂലമായിട്ട് പുറത്താക്കണം, വേറെ ഒന്നും ചോദിക്കാനില്ല എന്നുള്ളത്. ഇതിൽ കോംപ്രമൈസേ ഇല്ല. പക്ഷെ 1-2 പേർക്ക് ഇതൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യണം. അതായത് ഇവരിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, അവർക്കും കൂടി ഇത് അറിയണം എന്നുള്ളത് സാധനം വരും. പിന്നെ ഇതിലുള്ളത് ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനയ് ഫോർട്ട് എന്ന് വെച്ചാൽ അങ്ങ് എക്സ്ട്രീമാണ്. ഇപ്പൊ തന്നെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഒരു നിലപാടും ഇല്ലാത്ത ആളും ഉണ്ട്. ഇപ്പൊ നീ നേരത്തെ പറയൂലേ, ഒരു വൈഫിനെ കണ്ട ഗൾഫില് ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു നിലപാടില്ല. പിന്നെ ഇടയ്ക്ക് വെച്ച് മറ്റേ നമ്മുടെ പുള്ളിക്കാരി പ്രപ്പോസ് ചെയ്യുന്ന പൈസ കൊടുത്ത ആൾക്ക് ഒരു ചായ അതുണ്ട്. നീ പറഞ്ഞ മറ്റേ ഇയാളില്ലേ, മറ്റേ വീഡിയോ കോൾ ചെയ്യണ പുള്ളിക്ക് ഒരു പ്രശ്നം ഇതേപോലെ വന്നിട്ടുണ്ട്, മുന്നേറി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കടപ്പാട് ഉള്ളിൽ കിടപ്പുണ്ടെന്നോ, അതുകൊണ്ട് പുള്ളിക്കെതിരെ അതായത് ഈ ഗൾഫിലുള്ള വൈഫുള്ള ആള് മുന്നേ എന്തോ ഒരു അടിപിടി കേസിൽ ഇതേപോലെ പുറത്താക്കണം വന്നപ്പോഴത്തേക്കും ഷാജോൺ എല്ലാവരും ഇടപെട്ടാണ് ശരിയാക്കി. അപ്പൊ അതിന്റെ ഒരു ചായ ഉണ്ട്. ബട്ട് സ്റ്റിൽ പുള്ളി എന്താണോ നിലപാട് അതിലോട്ടിടാന്ന് പറയും. അപ്പൊ ഇതിൽ ഡിഫർ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇവർക്ക് തെളിവ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അവർക്ക് വിശ്വാസം, സംഭവം നടന്നിട്ടുണ്ട്, ഇത് ഹരി ആയിരിക്കണം, ഹരി തന്നെയാണോ എന്നുള്ള ക്ലാരിറ്റി വേണം. അപ്പോഴും അവരെല്ലാരും ഹരിയേട്ടൻ ഇത് ചെയ്യൂല, ഹരിയേട്ടൻ ഇത് ചെയ്യൂല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഹരിയേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ കലാഭാഷ, അപ്പൊ അവര് ചെയ്യൂല അതിനു ശേഷം ഇവരെ പലരെയും അവര് വിളിച്ചിട്ടുണ്ട്. നോർമൽ പോലെയാണ് സംസാരിക്കുന്നത്, ഒന്നും നടക്കാത്ത പോലെ സംസാരിക്കുമ്പോ ഇവർക്കൊരു സംശയം, പുള്ളിക്കാരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കും, അങ്ങനെ ഒരു സംശയം. അപ്പൊ മറ്റേ അപ്പൂപ്പൻ പറയും അതാണ് അഭിനയം. അതായത് ഇങ്ങനെ ഒരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാള് ഇത്ര നോർമലായിട്ട് നിൽക്കൂല, ചിലപ്പോൾ ടെൻഷൻ ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും എന്നുള്ളൊരു ഇതാണ് പറയണത്. പിന്നെ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശിക്ഷ കൊടുക്കണം, പക്ഷേ അത് അത്ര തീവ്രമായിട്ടുള്ള ശിക്ഷ കൊടുക്കണ്ട എന്നുള്ള നിലപാടുള്ള ആൾക്കാരുണ്ട്. ഒരു 6 മാസം സസ്പെൻഡ്. അതായത് കലാകാരന്മാർക്ക് ഈ പുറത്താക്കലും ഇത് മാത്രമേ ഉള്ളൂ, കലാകാരന്മാരുടേതായ നിലപാടുകൾ ഇല്ലേ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതൊരു മറ്റേ ഈ നരയെന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി തന്നെയാണ് പറയണത്. പുള്ളിയുടെ അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി മറ്റേ നമ്മൾ കലാകാരന്മാരാണ്, മറ്റേത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയുമ്പോ ഇത് ചെയ്യണമല്ലോ, അങ്ങനെ കൺഫ്യൂസിങ്. അപ്പൊ മറ്റേ വിനയ് ഫോർട്ട് നമ്മൾ കലാകാരന്മാരെന്ന് മാറ്റി വെച്ച് മനുഷ്യർക്ക് മനസ്സിലാകാൻ അല്ല, അതില് ഒരു പുള്ളിക്കാരനും ഇതുപോലെ പറയും, നമുക്കൊരു 6 മാസം പുറത്താക്കിയിട്ട് സസ്പെൻഡ് ചെയ്താൽ പോരെ വന്നാൽ പോരെ എന്ന് ചോദിക്കും.
പിന്നെ നേരത്തെ പറഞ്ഞ ഇങ്ങയുടെ വണ്ടി ഉണ്ടല്ലോ, വിനയ് ഫോർട്ടിന്റെ വണ്ടി കുറച്ചും കൂടി ഇത് കൊടുക്കും. അതായത് അവ അങ്ങനെ ചെയ്യും. അതായത് പണ്ട് ഞാൻ ഡ്രൈവറായിരുന്ന സമയത്ത് എന്നെ പുള്ളി കാറിലിരുന്നിട്ട് ഇങ്ങനത്തെ കുറെ ജോക്കുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവ എന്തായാലും ചെയ്യുമെന്നുള്ള തറപ്പിച്ചു പറയും. എന്നിട്ട് 1-2 പേർക്ക് സ്റ്റിൽ ഇത് പ്രൂവ് ചെയ്യണം. പുള്ളിക്കാരി വരണം, പുള്ളിക്കാരി വന്ന് ഇത് പ്രൂവ് ചെയ്യണം, എന്താണെന്നുള്ളത് അവരുടെ വായിൽ നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണം. ആ ഒരു സാധനം വരും. പിന്നെ ഇതിന്റെ ഇടയിൽ തന്നെ 1-2 പേർക്ക് ഈ ഒരു സ്റ്റാൻഡ്, ഒരു ഡൗട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, എന്ത് ചെയ്യണം, തെളിവ് വേണമെന്നൊക്കെ പറഞ്ഞിരിക്കണം. 1-2 പേരുണ്ട്. വിശ്വാസമില്ലായ്മ. പിന്നെ ഒരാൾക്ക് വിശ്വാസമില്ലായ്മയല്ല, പുള്ളിക്കാരിയുടെ അടുത്തുള്ള പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. അതായത് കല്യാണം മുടങ്ങിയെന്നുള്ള. അപ്പൊ അവർ രണ്ടുപേരും മാറി നിന്ന് വെള്ളം ഒടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനയ് ഫോർട്ട് ചെന്നിട്ട് പറയും, ഒരു ടച്ചിങ് സൈഡ് എന്നിട്ട് പറയും, ഞാൻ അറിയാതെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് കോംപ്രമൈസ് ആയിക്കൂടെ. അങ്ങനെ ജസ്റ്റ് ഒന്ന് അടുക്കാൻ നോക്കുമല്ലോ, ഒരു കാര്യത്തിനിടയ്ക്ക് ജസ്റ്റ് ഒന്ന് അടുക്കാൻ നോക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ കേസ് സത്യം പറഞ്ഞാൽ അവള് മനഃപൂർവ്വം ചെയ്തതല്ല, പുള്ളിക്കാരിയുടെ കസിന് വേറെ ഒരു അഫെയർ ഉണ്ടായിരുന്നു, അങ്ങനെ കരഞ്ഞു വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ അടിച്ചിറക്കിയതെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അത് ഓക്കെയാണ്. കാര്യം അപ്പൊ എന്നെ കുറിച്ച് അങ്ങനെ അല്ല, പുള്ളിക്കാരി അങ്ങനെ ചെയ്തതല്ല, ഒരു റിലീഫ് ആവും. എന്നിട്ട് പറയാം, അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ നല്ലൊരു ഭാര്യയും കൊച്ചിനെയും കിട്ടിയെന്ന് പറഞ്ഞ് പുള്ളി ഓക്കെ ആവും. എന്നിട്ട് അപ്പുറത്തൊരു പുള്ളി കൂടെ ഉണ്ട്, പുള്ളിക്കാരനാണ് 6 മാസം മാറ്റി നിർത്താന്നുള്ള ഒരു ഇത് വരണത്. എന്നിട്ട് പിന്നീട് ഓക്കെ ആകുമ്പോഴത്തേക്ക് ഷാജോണിനെ തിരിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിയുടെ അടുത്ത് ചോദിക്കും, മോക്ക് എത്ര വയസ്സായി, എത്രാം ക്ലാസ് പഠിക്കുന്നത്, 6-ലാണോ എന്ന് ചോദിക്കും. പറയും അല്ല 9-ല്. അപ്പൊ ചോദിക്കും, മോക്കാണ് ഇങ്ങനൊരു സാധനം വരണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമോ ചോദിക്കും. അപ്പൊ ആ ഒരു ഡയലോഗില് വീഴും, തെറ്റായി പോയെന്നുള്ളൊരു സാധനം പുള്ളിയുടെ മുഖത്തുണ്ട്. ശരിയാണെന്നുള്ളൊരു സാധനം വരും. ആ ഒരു സൈഡിൽ ചിന്തിക്കണം ആ സാധനം. എന്നിട്ട് ഇവരെല്ലാം കൂടി തിരിച്ചു വന്നിട്ട് ഐക്യകണ്ഠേന ഈ സാധനം ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് ഡയറക്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും കൂടി ഡയറക്ടറിന് ഇത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി സൈൻ ചെയ്യും. അപ്പോഴത്തേക്കും ഇത് ആദ്യം റിബൽ ചെയ്തിരിക്കുന്ന 2 പേര് പറയും, പുള്ളിക്കാരെയും കൂടി വിളിച്ച് വരുത്തണം, കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മളെല്ലാരും എടുത്തൊരു തീരുമാനം അറിയിക്കണം. നമ്മളെ ഐക്യകണ്ഠേന എടുത്തൊരു തീരുമാനമാണെന്നുള്ളത് പുള്ളിക്കാരെയും കൂടെ അറിയിക്കണം. അപ്പൊ അതിന്റെ ഇതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ വിളിക്കും. അതൊരു പ്രസ്റ്റീജിന്റെ ഒരു പ്രസ്റ്റീജ് അല്ല, അവരുടെ ഒരു എന്താ പറയുക, ഒരു നിലപാടെടുത്തു. അവർ ഫോഴ്സ്ഫുള്ളി ആണ് എടുത്തതെങ്കിലും ഇനി അത് പുറത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇതിൽ മാറി നിന്നു, ഇവരിത്രയും പേരാണ് എടുത്തത്, അവര് ഹീറോ ആവും, അങ്ങനെ ഒരു പേടിയും കൂടി ഉണ്ട് അവർക്ക്. അതുകൊണ്ടാണ് പുള്ളിക്കാരിയെ വിളിച്ചു വരുത്തിയിട്ട് പറയണം, നമ്മളിത് ഐക്യകണ്ഠേന എടുത്തേന്നുള്ളത് പറയണം. അല്ലാതെ വേറൊന്നിനല്ല, അവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷനും കൂടി വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തണം. അപ്പോഴും മൊത്തത്തിൽ പക്ഷെ ഈ വിളിച്ചു വരുത്തുന്നത് ഈ ഇവർക്ക് വിനയ് ഫോർട്ടിനും മദൻ എന്ന് പറയുന്ന ആൾക്കും പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോഴ് അവര് വിനയ് ഫോർട്ടൊക്കെ പാനിക് ആവും, മെസ്സേജ് അയക്കും, എടുക്കരുത് എന്നൊക്കെ അയക്കും. പക്ഷെ പുള്ളിക്കാരി എടുത്തിട്ട് പറയും ഞാൻ വരാന്ന് പറയും. അപ്പോൾ ഈ മദൻ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്റെ കാറിൽ പോയി നീ പോയി വിളിച്ചോണ്ട് പോവാ എന്ന് പറഞ്ഞാൽ, വിളിച്ചോണ്ട് പോണ ടൈമിൽ എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ട് കൊണ്ടുവരണം, പ്രസന്റ് ചെയ്തിട്ട് കൊണ്ടുവരണോ. അങ്ങനെ വിനയ് ഫോർട്ടി നായികയെ വിളിക്കാനായിട്ട് ഈ മറ്റേ മദൻ എന്ന് പറഞ്ഞ ആളുടെ കാർ എടുത്ത് പോകും. കാർ എടുത്ത് പോണതിന് ഉദ്ദേശമുണ്ട്. കാര്യം ഇവിടെ നടന്ന സാധനങ്ങളൊക്കെ അവിടെ അറിയിക്കണം. പിന്നെ ഇവര് ഈ വിനയ് ഫോർട്ടിന്റെ അടുത്താണ് ഈ നേരിട്ട് സംസാരിച്ചതെന്നുള്ള കാര്യമൊക്കെ മാറ്റി പറയണം. പിന്നെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നൊന്ന് ക്ലാരിറ്റി വരണം. പിന്നെ ഈ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന ഹരിയാണ് ചെയ്തതെന്ന് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാധനം സ്ട്രെസ് ചെയ്തൊക്കെ പറയണം എന്നുള്ള രീതിയിൽ നീ അങ്ങനെ പറയണം, നീ കണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ കള്ളനാണ്, അങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യണം. അങ്ങനെ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ് വിനയ് ഫോർട്ട് പോകുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മുടെ, പക്ഷെ നായിക്ക് അത് ഭയങ്കര രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. നീ ഇങ്ങനെ കള്ളം പറയണോ, നല്ല രീതിയിൽ വിനയ് ഫോർട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ കള്ളം പറയില്ല, ഇതിനു വേണ്ടി കള്ളം പറയും. പക്ഷെ വിനയ് ഫോർട്ട് ഇങ്ങനെ കൺവിൻസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഒരു സൈഡ് നടക്കുന്നത്. പക്ഷെ ഇപ്പുറത്തെ സൈഡ് വീട്ടിൽ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മുടെ ഹരി, അതായത് നമ്മുടെ ഷാജോൻ വിളിക്കും നമ്മുടെ മദൻ എന്ന് പറഞ്ഞ ആൾക്ക്, അവിടുത്തെ മെയിൻ ആളെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ ഇപ്പൊ വരാം, ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കോൾ ഒത്തിട്ടുണ്ടെന്നോ. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും പാനിക് ആവും, ഇവിടെ ഇല്ല എന്നൊക്കെ പറയാൻ പറയും. പക്ഷെ ഷാജോൺ വരും, പവറാണല്ലോ. വണ്ടിയും ചെരുപ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് പോയി ഒളിച്ചിരിക്കും. അപ്പോഴത്തേക്കും ഷാജോൺ വന്നിട്ട് ന്യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊരു വലിയൊരു ഇത് കിട്ടി. ഇവർക്ക് ജർമ്മനിയിലും കണ്ട് യുകെയില് നാടകം 3 മാസം 9 മാസം യൂറോപ്പ് ട്രിപ്പ് പോലെ നടത്താൻ വേണ്ടിയിട്ട് അവർക്കൊരു അവസരം കിട്ടി. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കലാപഷാജോ വന്നത്. അവസരം കിട്ടുകയും ചെയ്യും. 8 ലക്ഷം രൂപ അവർക്ക് റെമ്യൂണറേഷൻ കിട്ടും. പിന്നെ 18 ദിവസേ ഷോ ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിൽ കറങ്ങാം.
അപ്പൊ അതാണ് സർപ്രൈസിങ് ന്യൂസ്. അതാണ് ഓഫർ. അപ്പൊ അവരുടെ ഇത് കേൾക്കുമ്പോ എന്തായാലും ഞെട്ടി പോകുമല്ലോ. വീട്ടിൽ പോകും. എന്നിട്ട് പറയുന്നുണ്ട്, നീ വേറെ ആരും പറയണ്ട, നിന്റെ അടുത്ത് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നാളെ പോയി ഡയറക്ടറിനെ കണ്ട് ഇത് അവതരിപ്പിക്കാം എന്നുള്ള രീതിയിൽ കലാഭവൻ ഷാജോൻ പറഞ്ഞ പുള്ളിക്ക് സർപ്രൈസ് ചെയ്യണം അല്ലേ, നീ സർപ്രൈസ് പൊളിക്കണ്ട, ഞാൻ തന്നെ സർപ്രൈസ് പൊളിക്കാം. പിന്നെ ഈ മദൻ ചോദിക്കുന്നുണ്ട് പുള്ളിയുടെ അടുത്ത്, നീ അവളെയും കൂടെ ഉദ്ദേശിച്ചാണോ ഈ നായികയും കൂടെ വരുന്നെന്നുള്ള ഉദ്ദേശിച്ചു? പിന്നെ അവള് വരണ്ടേ, അവളല്ലേ മെയിൻ. പിന്നെ കലാഭവൻ ഷാജോന്റെ വൈഫ് കൂടെ വരുന്നുണ്ട്. ലാസ്റ്റ് പറയും ചിലപ്പം പറയാൻ പറ്റൂല, എന്റെ വൈഫും കൂടി വരും, അവർക്ക് ഒരു കമ്പനിയും കൂടി ആവുമല്ലോ എന്ന് പറയും. അപ്പോഴീ മദന് ഇതും കൂടെ കേട്ടപ്പോഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ ഈ നായികയുടെ പേര് പറഞ്ഞിട്ടും ഈ ഷാജോന് ഒരു ഭാവ വ്യത്യാസം ഇല്ല. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് പുള്ളിക്കാരന് ഈ സംഭവം ഈ യൂറോപ്പ് ട്രിപ്പ് എന്ന് കേട്ടപ്പോഴേ പുള്ളിയുടെ കണ്ണ് മഞ്ഞടിച്ചു. അപ്പൊ അതൊന്ന് കൺഫേം എന്ന് പറഞ്ഞാൽ ഇനി സ്വന്തമായിട്ടൊരു ഗിൽറ്റ് വേണ്ടല്ലോ എന്നുള്ളതിന് വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ ഒന്ന് ചോദിച്ചു എന്നുള്ളതാണ് തോന്നുന്നത്. അല്ലാതെ അത് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഷാജോൺ പറയും വൈഫും പറഞ്ഞോളൂ. അപ്പൊ ഞാൻ വിചാരിക്കേ അപ്പം ഫ്ലാറ്റ് ആവും. എന്നിട്ട് മോളിലുള്ള ആൾക്കാരെല്ലാം ഈ ന്യൂസ് കേൾക്കുമ്പോ തന്നെ ഫ്ലാറ്റ് ആയി. കാര്യം ഇതൊരു ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി എന്നുള്ള അപ്പോഴാണ്, അതായത് ഇപ്പോഴാണ് ടേണിംഗ് പോയിന്റ് ഈ സിനിമയിൽ. അതായത് ഇത്രയും നേരം ആൾക്കാരൊക്കെ ഒറ്റ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കുറെ പേർക്ക്, അതായത് പുറത്താക്കണം, വേറെ ചോദ്യമൊന്നും ഇല്ല, അടിക്കണം, പുറത്താക്കണം, ആ ഒരു സീനായിരുന്നു. പക്ഷെ ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ, അതായത് അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ആ ഒരു പോയിന്റ് തൊട്ട് സിനിമ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാരും ഭയങ്കര ഒറ്റയടിക്ക് സ്വിച്ചിട്ട് പോലെ അങ്ങ് മാറും. പതുക്കെ എന്ന് വെച്ചാൽ ആദ്യം ഈ നേരത്തെ എതിരഭിപ്രായം ഉണ്ടായിരുന്നവരെല്ലാരും മറ്റേ ഹരിയേട്ടന് എന്തായാലും നമ്മുടെ ചാൻസ് കളഞ്ഞു, ഇനി പോയിട്ട് അങ്ങനെ ഒരു ഗിൽറ്റ് നമുക്ക് അപ്പുറത്താർക്ക് ഉണ്ടായി കൊടുക്കുമല്ലോ, അതേപോലത്തെ രീതി സംസാരിക്കും. ആദ്യം തന്നെ ഇവർക്കൊരു നിരാശയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗയില്ല അമ്മിണി, അങ്ങനത്തെ ഒരു ഇതിലാണ് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം എന്തായാലും ഇങ്ങനെ ആവുമല്ലോ. അപ്പോഴേ നമുക്ക് പോവാൻ യോഗയില്ല, ഇത്രയും രക്ഷപ്പെടാൻ യോഗയില്ല എന്നുള്ളൊരു നിരാശയാണ്. അപ്പോഴും വേറൊരാളാണ് പറയണത് അതെന്ത് ഇത് ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടില്ല, ഉണ്ട് അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ പറയും. അപ്പോഴാണ് മൊത്തത്തില് ഈ അച്ഛൻ റിലേഷൻഷിപ്പ് ഉള്ള ഒരാളുണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് ആയിട്ട് വികാരഭരിതനായ പുള്ളിക്ക് ഒരു പുള്ളി മറ്റേ കുറച്ച് ഇങ്ങനെ എന്നിട്ട് പുള്ളിക്ക് എന്തോ ഒത്തിരി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്, ബ്രെയിൻ ട്യൂമർ പോലത്തെ എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെ മരിക്കുന്നതിന് മുന്നേ ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഒരു ഭാഗ്യമല്ലേ എന്നുള്ള രീതിയിൽ ആ രീതിയിൽ സംസാരിക്കും. അപ്പൊ അപ്പോഴേ എല്ലാരും ഈ പുള്ളിയാണ് ഏറ്റവും ലാസ്റ്റ് ഒരു ഇവിടുന്ന് ഇങ്ങനെ ഒരു ഓവർ ടേൺ ഉണ്ടാവാനുള്ള ഏറ്റവും ചാൻസ് കുറവുണ്ടായിരുന്നത് ഈ പുള്ളിയാണ്. ഈ പുള്ളിയെ മാറി, അപ്പൊ പിന്നെ എല്ലാരും മാറി, ഏതാണ്ട് എല്ലാരും മാറി. എന്നിട്ട് അവര് ചോദിക്കും അവര് വന്നോ ഇറങ്ങിയോ എന്ന് നോക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് അവർ ഇറങ്ങി ഓൾറെഡി. അതായത് വിനയ് ഫോർട്ടും നായിക അവിടെ നിന്ന് ഇറങ്ങി, അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അതൊന്ന് ബ്ലോക്ക് ആക്കാൻ നോക്കിയാണ്. പക്ഷെ അത് അവരിറങ്ങി, അവര് സ്ഥലത്തെത്തി പിന്നെ പുള്ളിക്കാരിയെ കോംപ്രമൈസ് ആക്കിക്കൂടെ എന്നുള്ള രീതിയിൽ സീനിയേഴ്സ് സംസാരിക്കാൻ പറയും. ഇന്ന ആൾക്കാരുണ്ട് നമ്മുടെ സീനിയേഴ്സ് അല്ലേ, അപ്പൊ അവര് സംസാരിക്കാൻ പറയും, കോംപ്രമൈസ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കാം. എന്നിട്ട് നായികനെ നടുക്ക് ഇരുത്തിയിട്ട് ഇവര് ഒരു കൺവിൻസിങ് പോലത്തെ ഒരു രീതിയിൽ സംസാരിക്കും. അപ്പോഴേ പുള്ളിക്കാരി ഒന്നാമതേ ഡിസ്റ്റർബ്ഡ് ആണ്. കാര്യം പുള്ളിക്കാരി ഇപ്പം വിനയ് ഫോർട്ടിന്റെ ഒരു ഇതില് ഹരിയെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരിയുടെ രീതിയിൽ പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പുള്ളിക്കാരി അനുഭവിച്ച ട്രോമ അതിനൊരു നീതി കിട്ടണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഹരിയെ പുറത്താക്കണോ അങ്ങനെയൊന്നും അല്ല, അങ്ങനത്തെ രീതിയിലല്ല നിൽക്കുക. പക്ഷെ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് എല്ലാവരും കൂടെ കൺവിൻസ് ചെയ്യാണ് ഇത് കോംപ്രമൈസ് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക. അത് കോംപ്രമൈസിന് ഇടയ്ക്ക് ഒരു ഡയലോഗ് ഉണ്ട്. ഈ സീനിയേഴ്സ് മോളിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു ഡയലോഗ് പറയും, നീ ഇങ്ങനെ നിന്റെ ഭാഗത്തും തെറ്റുള്ള പോലെ പറയും. അതായത് നീ ഇങ്ങനെ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നീ അന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇൻഡയറക്ട്ലി നിന്റെയും കൂടി തെറ്റാണ് എന്നുള്ള വരുത്തി തീർക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി പെട്ടെന്ന് ഷോക്കായി എന്നിട്ട് പറയും ഇനി ഞാൻ ഇത് കേസ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങി വരണത്. അപ്പം പുള്ളി പറയും അയ്യോ അങ്ങനെയല്ല, നീ മൊത്തത്തിൽ കേൾക്കാതെ ഇറങ്ങി പോവല്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന ഒരു കൺവിൻസ് ചെയ്യും. പിന്നെ ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ചിലവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, ഷാജോൻ ആണോ എന്നുള്ള ഒരു ഉറപ്പില്ല. പിന്നെ ആ സമയത്ത് ഇവര് ഡൗട്ട് വേറൊരാളോ എന്നുള്ളതല്ല, ഇത് നടന്നിട്ടുണ്ടോന്നാണ്.
നടന്നിട്ടുണ്ട്. ഇത് നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇത് വെള്ളം അടിച്ചിട്ട് നീ ഹാലുസിനേറ്റ് ചെയ്തതായിരിക്കോ അങ്ങനെയൊക്കെ ചോദിക്കും. അതൊക്കെ കേൾക്കുമ്പോ ഇവർക്ക് അങ്ങോട്ട് ഭയങ്കര രീതിയിൽ ഇത് കയറും. എന്ന് പറഞ്ഞാൽ അത് മദനാണ് ചോദിക്കുന്നത്. അപ്പോഴും മൊത്തത്തിൽ ഇത്രയും സീനിയർ ആയിട്ട് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നു, ഹാലുസിനേറ്റ് ചെയ്തിട്ടാണോ നീ ഇങ്ങനെ കഴിക്കണം. അപ്പോഴും പുള്ളിക്കാരി പറയും അതുകൊണ്ടല്ലേ ഞാൻ 5:30 അവിടെ തൊട്ട് വീട് വരെ ഇരുന്ന് കരഞ്ഞത് എന്ന് അങ്ങനെയൊക്കെ പറയും. അങ്ങനെ എല്ലാവരുടെ പുള്ളിക്കാരി ഇങ്ങനെ കൺവിൻസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിർണായകമായിട്ടുള്ള ഒരു സാധനം വരുന്നത്. അതിൽ നമ്മുടെ ഗൾഫിലുള്ള ഒരാളുടെ അടുത്ത് ഒരു പുള്ളിക്കാരൻ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന ആ ക്യാരക്ടർ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കും. ഞാൻ ഇങ്ങനെ വീഡിയോ കോൾ എടുത്തുകൊണ്ടിരുന്നപ്പോ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതില് 2:15 സമയം. ആ സമയത്ത് എന്റെ ബാക്ക്ഗ്രൗണ്ടില് ഈ കലാഭവൻ ഷാജോൻ കിടന്ന് ഉറങ്ങുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം കാണിക്കും. അപ്പോഴാണ് ഈ നായികയ്ക്കും ഒരു സംശയം, അയ്യോ ഇത് നായികയ്ക്ക് സംശയവും പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും, അതായത് ഇത് ഹാലുസിനേഷൻ തന്നെ. നായികക്ക് നേരത്തെ ഒരു കണ്ടിട്ടില്ലാത്ത, പിന്നെ നായികയുള്ള ഈ കീ ഉണ്ടല്ലോ, കീരൊരു സാധനമാണ്. അപ്പോഴാണ് ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നത്, പേഴ്സിന്ന് തെളിവെടുത്ത് കാണിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ വീണ്ടും ഒരു കൺഫ്യൂഷൻ, ബാക്കിയുള്ളവർക്ക് ഒരു വിശ്വാസം വീണ്ടും വരും. പക്ഷെ ഇതിലൊരു സാധനമുണ്ട്, അതായത് ഈ ഹരി എന്നുള്ള ക്യാരക്ടറെ ഈ ഒരു ഓഫർ വയ്ക്കുന്നതിന് മുന്നേ വരെ ഇവർക്ക് ഇങ്ങനെ ഒരു സാധനം ഇല്ല. ക്രോസ് വിസ്താരം ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത് തെളിയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇത് ഇവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു ഘട്ടം വരുമ്പോഴത്തേക്കുമാണ് ഇത് കൊണ്ടു മാറണത്. ഇനിയാണ് ഇതൊന്ന് ഇവർക്കൊന്ന് ഇത് കോംപ്രമൈസ് ചെയ്യണോന്നാണ് ഇപ്പൊ ആഗ്രഹം. അതെ, കോംപ്രമൈസ് ചെയ്ത് അവർക്ക് യൂറോപ്പിൽ ട്രിപ്പ് പോകണം. കോംപ്രമൈസും ചെയ്യണം. പുള്ളിക്കാരി ഇത് പോലീസിന്റെ അടുത്തൊന്നും പോകരുത്, വേറെ പോസ്റ്റ് ഒന്നും ഇടരുത്, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാതെ ഒതുക്കി തീർക്കണം. ഈവൻ ഇങ്ങനെ അടുത്തും വിളിക്കും, വിനയ് ഫോർട്ടിന്റെ അടുത്തും പോയി ഇത് പറയും. വിനയ് ഫോർട്ട് ഇങ്ങനെ ഒരു ഓഫർ ആക്കും വിനയ് ഫോട്ടോ ഒന്ന് കണ്ട് മഞ്ഞളിച്ചു. പക്ഷേ ഈ പുള്ളിക്കാരി ഈ താക്കോലൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ അതിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൺഫേം ആയിട്ട് പുള്ളിക്കാരി തന്നെ പറയും. ഈ ആ പ്രസൻസ് അവിടെയാണ് ഈ പ്രസൻസ് ഫീൽ ചെയ്തു എന്നുള്ളൊരു സാധനം പറയുന്നത്. നേരത്തെ കണ്ടില്ല എന്നുള്ളൊരു സാധനം അവിടെ പെർഫ്യൂമിന്റെ ഇതും പുള്ളിക്കാരന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളൊരു സാധനം പറയും. പക്ഷെ ഈ താക്കോൽ എറിയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരുടെ കിളി പോകും. ബാക്കി താക്കോൽ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, താക്കോലുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പരസ്പരം ഒരു സംശയം, നീയാണോ ഞാനാണോ. അതെ അതെ, അവർക്കൊരു കിളി പോയ ഒരു സാധനം വരും. അതിനുശേഷമാണ് പിന്നീട് തമ്മിലൊരു ഇതാവുന്നു. അപ്പോഴാണ് ഈ മറ്റേ നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ബഡ്ഡീനെ ഒരാൾ അക്യൂസ് ചെയ്യും, നീ അങ്ങേരല്ല, ഹരിയല്ല, ഇവനാണ്, നീയാണ് സിഗരറ്റ് വാങ്ങാനായി താക്കോലുണ്ടായപ്പോ നീയാണ് എന്നുള്ള രീതിയിൽ അക്യൂസ് ചെയ്യും. അപ്പോഴത്തേക്കും വിനയ് ഫോർട്ട് ചാടി കോളറിനെ പിടിച്ചിട്ട് സംസാരം അങ്ങനെ. അപ്പം മറ്റേയാളും ഒഫൻഡഡ് ആയി, ഈ വിനയ് ഫോർട്ടിന്റെ ബഡ്ഡിയും ഒഫൻഡഡ് ആയി. ബഡ്ഡിയും പറയും, കഥ തിരിച്ചു പറയും. അതായത് അങ്ങനെയാണെങ്കിൽ മദനും തെറ്റുകാരനാണ്. കാര്യം മദനിന്റെ അടുത്ത് എവള് നേരിട്ട് പറഞ്ഞിട്ടില്ല, എവള് ഡയറക്റ്റ് പറഞ്ഞത് നിന്റെ അടുത്തല്ലേ ഇടാന്ന് ചോദിക്കും. അതായത് നിന്റെ അടുത്തല്ലേ അവള് പറഞ്ഞത്, അങ്ങനെ ഒരു സാധനം പറയും. അപ്പോഴത്തേക്കും മദനും എല്ലാവരും ട്രസ്റ്റ് മൊത്തത്തിൽ അങ്ങ് ബ്രേക്ക് ആവും. അതിനുശേഷം പിന്നെ പുള്ളിക്കാരി ഇറങ്ങിപ്പോവും. ഇതിനിടയ്ക്ക് വേറൊരു സാധനം കൂടി നടക്കും. വിനയ് ഫോർട്ട് എല്ലാരെയും ധരിപ്പിക്കണം വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഒന്നും ഇല്ല എന്നുള്ള സാധനമാണ് ഇപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യണത്. പക്ഷെ ഇതിനിടയ്ക്ക് സുധീർ വൈഫിനെ വിളിച്ച് ഇതിന്റെ ഒരു സാധനം ചോദിക്കുമ്പോഴത്തേക്കും പറയും, സുധീറിന്റെ വൈഫ് പറയും, മോള് പറഞ്ഞു വിനയ് ഫോർട്ടും നായികയും കിസ് ചെയ്യണ ഒരു ഇത് കണ്ടെന്ന് പറയും. അപ്പൊ വിനയ് ഫോർട്ട് ഇല്ല, നമ്മളത് ഷാഡോയുടെ സാധനം പരിശീലിക്കായിരുന്നു എന്ന് പറയും. അപ്പൊ സുധീർ സോറിയൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അത് ഭയങ്കരമായിട്ട് ഇതാവും. അതായത് ഇപ്പോഴും അവന് അത് സമ്മതിക്കാൻ വയ്യ, അവര് റിലേഷൻ ആണെന്നുള്ളത്. അപ്പൊ പുള്ളിക്കാരി പറയും, ഇല്ല എനിക്കിനി കള്ളം പറയാനൊന്നും വയ്യ, ഞാനും അവനും 1 വർഷമായി റിലേഷൻഷിപ്പിലാണ്, നമ്മൾ അന്ന് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മോള് കണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിഞ്ഞില്ല, നമ്മളന്ന് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം. അപ്പം വിനയ് ഫോർട്ട് കള്ളനായി. അപ്പോഴത്തേക്കും ഈ ക്രഷുള്ള ഒരാളുണ്ടല്ലോ പുള്ളിക്കാരിയുടെ അടുത്ത്, അത്രയും നേരം പൈസയൊന്നും വേണ്ട, ഒന്നും അല്ല എന്ന് പറയുന്ന പുള്ളി കൊണ്ട് തിരിയും. പുള്ളിക്കാരൻ അപ്പൊ തന്നെ സ്റ്റാൻഡ് മാറും. ഓ, നീ ഒരു കല്യാണം കഴിച്ചതിനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. അതായത് അവരുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യും. പുള്ളിക്കാരന് ദേഷ്യമായി, പ്രേമം എന്നുള്ളത് മാറി അങ്ങ് ദേഷ്യമായി. എന്നിട്ട് വീണ്ടും ഹരിയെ സപ്പോർട്ട് ചെയ്യണതിലോട്ട് പെട്ടെന്ന് മാറും. അത്രയും നേരം പൈസ കൊടുത്തിട്ട് പോലും മാറാത്ത ആള് പെട്ടെന്ന് അങ്ങോട്ട് മാറും.
എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയെ കുറച്ചും കൂടി ഇമ്പാക്ട് ചെയ്യണത് ഇപ്പൊ നമ്മൾ നേരത്തെ പറയില്ല അച്ഛനെ പോലത്തെ ഒരു ക്യാരക്ടർ ഇല്ലേ, അപ്പം പുള്ളിക്കാരൻ എന്തോ ഭയങ്കര ട്രസ്റ്റ് ആണ്. അത് നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ നോക്കിയത് ആദ്യമേ പുള്ളിയുടെ താടിയിലൊക്കെ പിടിക്കും. പുള്ളിക്കാരി അത്രയും ക്ലോസ് ആണ് അങ്ങനെ. അപ്പം പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഇവരെല്ലാവരും ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അവസാനത്തെ ലാസ്റ്റ് റിസോർട്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അപ്പം അങ്ങനെ അടുത്തൊന്ന് ചോദിക്കും എന്നെ വിശ്വാസം ഇല്ലെന്നൊക്കെ പറയും. മോളെ നേരത്തെ നീ പറഞ്ഞു ഹരിയാണ് ചെയ്തതെന്ന് പറഞ്ഞു, ഇപ്പം നീ പറയുന്നു നീ കണ്ടിട്ടില്ല താക്കോൽ അങ്ങനെ എന്തോ പറയും. എന്നിട്ട് പറയും ഈ നാളെ നീ വന്ന് പറയൂലേ ഞാനാണെന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ അപ്പം അത് അതായത് പുള്ളി ഒഴിയും കൈ ഒഴിയും. അത് കേൾക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഷാറ്റർ ആവണത്. അത് കഴിഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോകും. അതൊട്ടും എക്സ്പെക്ട് ചെയ്യൂല പുള്ളിയുടെ അടുത്ത് നിന്ന്, അതൊട്ടും എക്സ്പെക്ട് ചെയ്യൂല. ഒരു അച്ഛനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ളടത്ത് റെസ്പെക്ട് ആണെങ്കിൽ ഇങ്ങനെ അടുത്തൊരു റെസ്പെക്ടിന് ഉപരി ഒരു അഫെക്ഷൻ ഉണ്ട്. എന്നെ വിശ്വസിക്കുന്ന ഒരാളാണെന്നുള്ളൊരു. പിന്നെ പുള്ളി കുറച്ചും കൂടെ ഒരു റാഷണൽ ആയിട്ട് തിങ്ക് ചെയ്യണ ഒരാളാണ്. പ്രാക്ടിക്കലാണ്, കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. ആ ഒരു ഇതും കൂടെ ഉണ്ട്. ഇതൂടെ ആകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പുള്ളിക്കാരി പ്രാക്ടിക്കൽ ആയത് ഈ ഓഫർ കഴിഞ്ഞതിന് ശേഷം, അത്ര പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അപ്പോഴത്തേക്കും പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോവും. പുള്ളിക്കാരി ഇറങ്ങിപ്പോവും. വിനയ് ഫോർട്ടും കൂടെ പോകും. അതെ, ബസ് സ്റ്റാൻഡിന്റെ അവിടെ പോകും. അപ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ അടുത്ത് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായി എന്തുകൊണ്ട് ഇവര് തിരിഞ്ഞു എന്നുള്ള കാര്യം പറയും, എന്തുകൊണ്ട് തിരിഞ്ഞു എന്നുള്ള ഒരു സാധനം പറയും. അപ്പോഴത്തേക്കാണ് പുള്ളിക്കാരി മനസ്സിലാവും ഇതാണ് സംഭവം എന്നുള്ളൊരു സംഭവം മനസ്സിലാവും. എന്നിട്ട് വിനയ് ഫോർട്ട് പറയും നമ്മൾ ഇത്രത്തോളം നീ ആദ്യം പറഞ്ഞതായിരുന്നു ശരി, ഇത് നീ നിന്റെ ഉള്ളിൽ വെച്ചാൽ മതിയായിരുന്നു, നമ്മളിത് പുറത്തോട്ട് പറയണ്ടായിരുന്നു, ഞാനാണ് നിന്നെ നിർബന്ധിച്ചത് പോലീസിന്റെ അടുത്ത് പോവാൻ. അത് ഇടയ്ക്ക് വെച്ച് അക്യൂസ് ചെയ്ത് പറയും, നിന്റെ അടുത്ത് പോലീസിന്റെ അടുത്ത് പോകാൻ പറഞ്ഞില്ലേ, മറ്റേത് പറഞ്ഞില്ലേ, നീ കേട്ടില്ലല്ലോ എന്നൊക്കെ ഇതിന് മുന്നേ പറയും. എന്നിട്ട് പറയും ഞാനായിരുന്നു ഇത് ഓവർ റിയാക്ട് ചെയ്തത്, നമ്മളാണ് ഓവർ റിയാക്ട് ചെയ്തത്, അല്ല ഞാനാണ് ഓവർ റിയാക്ട് ചെയ്തത്. ഇതിനി നീ വിചാരിക്കും, നീ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും. അപ്പൊ പുള്ളിക്കാരി എന്നിട്ട് പറയും, ചോദിക്കും നീയും യൂറോപ്പിൽ ചോദിക്കും യൂറോപ്പ് ട്രിപ്പ് പോവോന്ന് ചോദിക്കും. അപ്പൊ പറയും നീ യൂറോപ്പ് ട്രിപ്പ് നീ ഇല്ലാതെ ഞാൻ ഈ യൂറോപ്പ് ട്രിപ്പ് നടക്കൂല എന്ന് പറയും. നീ ഇല്ലാതെ ഞാൻ പോകൂല, നീ ഇല്ലാതെ ഈ യൂറോ ട്രിപ്പ് നടക്കൂല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അപ്പോഴും പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ഓക്കെ ബൈ. അതിന് മുന്നേ ഒരു ഡയലോഗും കൂടെ അടിക്കും, ഈ ഹരി അല്ല ചെയ്തെങ്കിൽ ആരാണ് ചെയ്തത് എന്നുള്ള ഒരു. അത് നീ ശ്രദ്ധിച്ചായിരുന്നു? പുള്ളിക്കാരി പറയും ആർക്കും അത് അറിയണ്ട, ഹരി അല്ല ചെയ്തെങ്കിൽ ഇത് ആര് ചെയ്തെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോലും ആർക്കും ശ്രമിച്ചിട്ടില്ല എന്ന് പറയാം. അതായത് കുറെ പേർക്ക് വിശ്വസിക്കേണ്ടത് ഇത് പുള്ളിക്കാരുടെ ഹാലൂസിനേഷൻ ആണ്. ചിലരൊക്കെ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ പുള്ളി അല്ല, ഇത് വേറെ ആരോ ആണ്, പുള്ളിയല്ലേ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, കോംപ്രമൈസ് ചെയ്ത് പോണം. പുള്ളി അല്ലെങ്കിൽ വേറെ ഒരാളെന്നുള്ള ഈ സാധനം ഇല്ല അത് വന്നിട്ടില്ല. അതൊന്നും ആർക്കും അറിയണ്ട. ഈ സംഭവം നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പോണം, എന്നാലും അവരുടെ മനസാക്ഷിക്ക് യൂറോ ട്രിപ്പിൽ പോകാൻ പറ്റും. അല്ല ഇതില് കുറെ സാധനങ്ങളുണ്ട്, ഈ 12 ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. കുറെ പേര് ആദ്യം നല്ല സ്റ്റാൻഡ് എടുക്കും, എന്നിട്ട് കൊണ്ട് ഫ്ലിപ്പ് അടിക്കും, അവർക്കൊരു ബെനിഫിറ്റ് വരുമെന്നുള്ള സമയത്തും ഫ്ലിപ്പ് അടിക്കും. പിന്നെ കുറെ പേർക്ക് ഇല്ല, ഇത് ഇങ്ങനൊരു സമന്വയം നടന്നിട്ടില്ല, ഇതൊക്കെ ഈ സ്ത്രീകൾ പറഞ്ഞുണ്ടാക്കണാണെന്ന് ഒരു പുള്ളി പറയും അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട്. അല്ല, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്, പക്ഷെ ഒരു സെൽഫിഷ് ഇൻട്രസ്റ്റ് വരുമ്പോ ഏതാണ്ട് എല്ലാവരും ഒരേപോലെയാണ്. മനുഷ്യർ ആത്യന്തികമായിട്ട് സെൽഫിഷ് ആണെന്നുള്ള ഒരു, എല്ലാരും അതില് സെൽഫിഷ് ആണ്. ഒരാള് പോലും അവരുടെ കൂടെ നിൽക്കൂല, ഒരു എംപതി കാണിക്കുന്ന ഒരാൾ പോലും അതില് കാണൂല. അല്ല, എംപതി ഏതാണ്ട് ഒരു ആപേക്ഷികം പോലത്തെ ഒരു സാധനമാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ആദ്യമൊക്കെ ഭയങ്കര നമുക്കൊരു എംപതി സാധനമൊക്കെ വന്നു നിന്നാലും ലാസ്റ്റ് നമുക്ക് ഈ ആളാണ് ബെനിഫിറ്റ് തരാൻ പോകുന്നതെന്ന് അറിയുമ്പോൾ നമ്മളെ പ്ലേറ്റ് മാറ്റുന്ന ഒരു സെറ്റപ്പ് ആയി പോകും. പ്ലേറ്റ് മാറ്റുന്ന സെറ്റപ്പ്. പിന്നെ ഇയാൾ പക്ഷെ ഒരാളുണ്ട് അതിൽ, ആ പോറ്റിയായിട്ടുള്ള ഒരാളുണ്ടല്ലോ, അങ്ങേര് മറ്റേ ഷർട്ടും വലിച്ചിട്ട് പറയും നമ്മളെ പോലുള്ള ചെറ്റുകൾ ഈ ലോകത്ത് വേറെ കാണൂല എന്നുള്ള സംഭവം പറയും. പുള്ളിക്കറിയാം. ബാക്കി എല്ലാരും ഈ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഇങ്ങനെയാണ് മറ്റേതാണ്, ഇത് കുഴപ്പമില്ല, സ്വയം കൺവിൻസ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ. പക്ഷെ അപ്പം മറ്റവനൊരു ബോധമുണ്ട്, അവൻ പറയും നമ്മളെ പോലുള്ള ചെറ്റുകൾ ഈ ലോകത്ത് കാണൂല എന്നുള്ള സംഭവം പറയും. പക്ഷെ അതിന് ശേഷമാണ് ട്വിസ്റ്റ്. കലാഭവൻ ഷാജോനെ വിളിക്കും ഈ ട്രിപ്പിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട്, കുറെ നേരം വിളിക്കും. എന്നിട്ട് പറയും ഷാജോട് ഇത് ഇങ്ങനൊരു സാധനം നമ്മള് ഗൂഢാലോചന നടത്തിയല്ലോ, ഗൂഢാലോചന ഒരു സംഭവം, ഒരു കരിനീക്കം നടത്തിയല്ലോ പുറത്താക്കാൻ, അത് അറിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഇത് പോവും. അവ പറയും ഇത് അറിയരുത്, അറ്റ്ലീസ്റ്റ്
യൂറോ ട്രിപ്പ് കഴിയും വരെയെങ്കിലും അറിയരുത്. അതായത് ഈ സാധനം അവർക്ക് ബെനിഫിറ്റ് കിട്ടും വരെയെങ്കിലും അവർ അറിയരുതെന്ന് പറഞ്ഞിട്ട് വിളിക്കും. എന്നിട്ടാണ് വിളിക്കുമ്പോഴാണ് വിളിക്കുന്നിടയ്ക്ക് വേറൊരു സാധനമുണ്ട്. പറയും ഇനി അവള് പോലീസിന്റെ അടുത്ത് പോകുമെന്ന് ചോദിക്കും. പറയും പോലീസിന്റെ അടുത്ത് പോയാലും എന്ത് സംഭവിക്കാനാ, തെളിവില്ലല്ലോ, നമുക്കതിപ്പോ നോക്കാം. എന്താ അവസാനത്തെ തെളിവാണ് ഇവിടെ കീ, അതിവിടെ എറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റവിടെ CCTV ഉണ്ടാന്നുള്ള വിളിച്ചു ചോദിച്ചാൽ അതിനകത്ത് CCTV ഇല്ല. അപ്പൊ ഇനി കോടതിയിൽ മീൻസ് തെളിയിക്കാൻ പോയാലും നമ്മള് അത് ഡീൽ ചെയ്തോളാം എന്നുള്ളൊരു സാധനം വരും. ഒരു ബെനിഫിറ്റ് കിട്ടുമ്പം കൂറുമാറാം എന്നുള്ളൊരു സാധനം വരും അവിടെ. അതിനുശേഷമാണ് ഒരു നമ്മുടെ ട്വിസ്റ്റ്. അപ്പോൾ കലാപവശാലൊന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കലാപവശാലൻ ഏതോ ഡയറക്ടറായിട്ടോ എന്തോ മീറ്റിങ്ങിൽ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവര് ഇങ്ങനെ ചോദിക്കും കുറെ നേരമായിട്ട് വിളിക്കുകയല്ലേ എടുക്കാത്തത്. അപ്പൊ ഈ കലാപവശാലൻ ഇങ്ങനെ കഥ പറയും. അതായത് ഈ മദൻ എന്ന് പറയുന്ന ആള് പണ്ട് പുള്ളിക്കാരനെ പറ്റിച്ചിട്ടുണ്ട്. എന്തോ ഏത് പാതിരാത്രിയിലും പുള്ളിക്കാരൻ വിളിച്ച ഒരു സിനിമാ നടൻ വരും എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ പുള്ളിക്കാരനെ നായകനാക്കി ഒരു സിനിമ എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു കഥ പ്രൊഡ്യൂസർ ഇവിടെ പെട്ടെന്ന് മറ്റേ ആളിൽ വീഴും. കാര്യം സൈഡ് ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്നൊരു നായകനെ നോക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഓടിക്കതച്ച് വരുമ്പോഴത്തേക്കും അങ്ങേര് വണ്ടി ഓടിച്ച് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് കൂട്ടുകാരുടെ അടുത്ത് ഒരു ബെറ്റ് വെച്ചിട്ട് വരുത്തിയതാണ്. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പ്രതികരിക്കൂല, ഇത് മനസ്സിലിട്ടേക്കും. എന്നിട്ടാണ് ഇപ്പോഴാണ് ഈ കഥ ഇപ്പോഴാണ് ഈ ഒരു സാധനം, ഈ ഒരു സ്റ്റോറി അടിച്ചിറക്കിയിട്ട് പറഞ്ഞ ഈ കലാപവശാലന് ഈ മദൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെയും പറ്റിക്കണമെന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എല്ലാരും അറിഞ്ഞ്. അപ്പോഴ് കലാപവശാലൻ ഫോൺ എടുത്തിട്ട് പറയും, എടാ നീ എനിക്ക് അന്ന് തന്നതിന്റെ മറുപണിയാണിത്, എന്നൊക്കെ പറയും. ഓസ്ട്രേലിയയിൽ പോയാലോ അവിടെയല്ലേ നിന്റെ പ്രൊഡ്യൂസർ നമുക്ക് ഓസ്ട്രേലിയ അവിടെ നിന്റെ പ്രൊഡ്യൂസറെ കാണാമല്ലോ എന്ന് പറയും. അപ്പോഴാണ് ഈ മദൻ എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാവണതോ, അയ്യോ ഇത് അന്നത്തെ മറുപണിയാണ്, ഇത് വേറെ ആരുടെ പറയണ്ട, ചമ്മലായി പോകും നീ പറയണ്ട. ഇതോടുകൂടി ഇത് നമ്മൾ തമ്മിലുള്ള ഈ ഇത് അവസാനിച്ചു, പറയണ്ട എന്നുള്ള പറയുമ്പോ ഇതെല്ലാം സ്പീക്കറിൽ എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാള് പറയും നമുക്കിത് വേണം. അപ്പോഴാണ് മറ്റേ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ചെറ്റകളാണ് അങ്ങേര് തന്നെ കൈയടിച്ച് ക്ലാപ്പ് അടിച്ചിട്ട് നമുക്കിത് വേണം പറയുമ്പോൾ മറ്റേയാളത് ഒരു അടി. മദന് ഫ്രസ്ട്രേഷൻ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയും ചെയ്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിൽ കൂടെ എല്ലാവരുടെയും അകത്തുള്ള സാധനങ്ങളെല്ലാം പുറത്താവുകയും ചെയ്ത് എന്നാൽ അതിനുള്ള ബെനിഫിറ്റും കിട്ടിയില്ല. ബെനിഫിറ്റ് ഒന്നും കിട്ടിയതും ഇല്ല. മൊത്തത്തിലങ്ങ് ഒരു ഇതായിപ്പോയി, ഓപ്പൺ അപ്പ് ആയിപ്പോയി, എല്ലാവരും മൊത്തത്തിലങ്ങ് എക്സ്പോസ്ഡ് ആയി. ഈ മദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒന്നും അങ്ങനെ ഒരു അത്രയും കഷ്ടത അനുഭവിക്കണ ഒരാളല്ല. പുള്ളിക്ക് ഈ 8 ലക്ഷം ഒന്നും അങ്ങനെ ഒരു ഇത്തിരി ചുറ്റുപാടൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളിക്കും യൂറോപ്പ് ഈ ഇത് എന്നൊക്കെ കേട്ടപ്പോ പുള്ളിയുടെ ഇത് മഞ്ഞളിച്ചു. അങ്ങനെ എക്സ്പോസ്ഡ് ആയി പോയി, അങ്ങനെ ആടിച്ച് പിരിഞ്ഞ് ലാസ്റ്റ് പുള്ളിക്കാരി സ്വന്തമായിട്ട് പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റോറി വെച്ചിട്ട് തന്നെ ഒരു നാടകം ചെയ്തിട്ട് അതിൽ അവസാനം ഒരു സംഭവം, അതായത് പുള്ളിക്കാരി ഒരു നാടകത്തിന്റെ രീതിയിലാണ്. അപ്പൊ ഇത് ചെയ്ത ആള് എല്ലാരും മുഖം മൂടി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത ആള് വന്നിട്ട് പറയും ഞാനാണ് ഇത് ചെയ്തത്, ഇങ്ങനെ സംഭവം എനിക്ക് പുറത്ത് എല്ലായിടത്തും പറയണം, എനിക്കിത് ഇതും മനസ്സിൽ വെച്ചോണ്ട് ഈ കുറ്റബോധം കൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ മാസ്ക് അയക്കാൻ പോകുമ്പോഴത്തേക്കും പുള്ളിക്കാരി തിരിഞ്ഞു നിന്നിട്ട് പറയും എനിക്കിത് അറിയേണ്ട ആവശ്യമില്ല, എന്റെ കണ്ണില് ഈ 12 പേരും ഒരേപോലെ തന്നെയാണ്. ഈ ഇപ്പൊ മുഖം മൂടി അണി അതെ അതേപോലെ തന്നെയാണ് 12 പേര് എന്നുള്ളത് സംഭവം ഈക്വൽ ആണ്. പുള്ളിക്കാരി നോക്കുമ്പോ ശരിയാണ്, ഇവര് ആര് ചെയ്താലും ഒരേപോലെയാണോ ബാക്കിയുള്ളവരും എല്ലാരും അതേപോലെ ആയി. ഈ ഒരു സംഭവ വികാസങ്ങളിൽ കൂടെ മറ്റേ ക്രൈം ചെയ്ത ആളിനെ പോലെ തന്നെ എല്ലാരും ആയി. അതിനി റിവീൽ ചെയ്തിട്ട് കാര്യമില്ല. അതൊരു നല്ലൊരു മെസ്സേജ് ആണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ കൂടെ നിൽക്കാത്തവരും പുള്ളിക്കാരിയുടെ ഈ ഇതിന് അവസരത്തിന് വേണ്ടി ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞത് എല്ലാം ഒരേ ഇത് അറിഞ്ഞിട്ടല്ലേ ഇത് പറഞ്ഞത്, എല്ലാവരും ഒരേ കുറ്റമാണ് ചെയ്തത്, ഒരേപോലെയാണ് കാണുന്നത്. എനിക്ക് ഈ 11 പേരെ കുറ്റവാളിയായിട്ട് കണ്ടാൽ മതി, അങ്ങനത്തെ രീതിയിൽ മുഖം അറിയണ്ട. എല്ലാരും ഈക്വൽ ആണ്. പുള്ളിക്കാരി ഇതിൽ എല്ലാരും ചെയ്തിട്ടുണ്ട്, ചെയ്ത പോലെ തന്നെയാണ്. അതാണ് സംഭവം. ഇത് ആക്ച്വലി ഭയങ്കര കിടിലൻ പടമാണ്. ഇത് നിങ്ങൾ
എന്തായാലും കണ്ടു നോക്കണം. ഈ പടം മസ്റ്റ് വാച്ച് ആണ്. പിന്നെ ഇപ്പോഴത്തെ റെലവെന്റ് ഇഷ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിലും ഇതൊരു ചിലപ്പോ ഒരു റീവാച്ചിന്റെ സാധനമാണ്. അതെ അതെ. ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഇപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ ആരാണിത് ചെയ്തത്, പക്ഷെ ആരാണിത് ചെയ്തതെന്ന് നമ്മൾ അന്വേഷിക്കാൻ പോയാൽ ഈ സിനിമയുടെ ആ മൂല്യം പോകും. അത് നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ഈ 12 പേരും ഈക്വലി സംശയമല്ല, 12 പേരും കുറ്റം ചെയ്തിട്ടുണ്ട്. 12 പേരും അതില് കൾപ്രിറ്റുകളാണ്. അതാണ് ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് അങ്ങനെ തന്നെയാണ് സംവിധായകൻ അതിൽ നിർത്തണേ എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്ക് സംശയത്തിന്റെ നിഴൽ ഇട്ടിട്ട് തന്നെ ഇപ്പൊ നമുക്ക് ഇത് ആരായിരിക്കും ചെയ്തതെന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. അങ്ങനത്തെ രീതിയിലാണ് അവര് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചിങ്ങനെ ഇത് ആരായിരിക്കും ചെയ്തതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ആ ഒരു ഇത് അവര് ഇതിൽ പറയുന്നില്ല. എല്ലാവർക്കും ഒരു സംശയത്തിന്റെ നിഴല് ഇട്ടിട്ടുണ്ട്. ഷാജോൺ ആവണമെന്ന് ഉറപ്പുണ്ട്, ഷാജോൺ ചിലപ്പോ ചെയ്യാം അങ്ങ് അവര് പറഞ്ഞ പോലെ. പിന്നെ ഈ താക്കോലെടുത്ത ആൾക്കാര്, പിന്നെ ഈ പോൺ കണ്ടിട്ടുള്ള ആ ഒരു ഇത്, പിന്നെ അങ്ങനത്തെ കുറച്ച്, പിന്നെ ഈ പ്രപ്പോസൽ ഉണ്ടല്ലോ, പ്രപ്പോസൽ നിരസിച്ചതിന്റെ ദേഷ്യം, പിന്നെ വിനയ് ഫോർട്ടിന്റെ മറ്റേ ഇത് ഈഗോയുടെ പുറത്താക്കാൻ വേണ്ടി ചെയ്തത്, അങ്ങനെ കുറെ സംശയങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ആ സംശയങ്ങളിൽ എനിക്ക് അതിലല്ല ഫോക്കസ്. അല്ല, ഇത് ആരെന്നുള്ള കണ്ടുപിടിക്കണല്ലേ, ഇത് ആൾക്കാർ എങ്ങനെ മാറുന്നു, ഈ സെൽഫിഷ്നെസ് എങ്ങനെ റിവീൽ ആവുന്നുള്ള സാധനമാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. പിന്നെ ഈ 12 പേരും ഇത് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഈ മറ്റേ ആ ഒരു ക്രൈം നടന്ന ആളിനെ പോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ബാക്കി 12 പേരും എന്നാണ് കാണിക്കുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ഓരോരുത്തരുടെ നമുക്ക് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും വെറുപ്പ് തോന്നും. നമ്മൾ അത്രയും നേരം വച്ചിരുന്ന ക്യാരക്ടർ ആ ഒരു ഓഫർ പറഞ്ഞതിന് ശേഷം എല്ലാവരും മാറും. ഫ്ലിപ്പ് അടിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഓ, ഇങ്ങനെ ചിന്തിക്കും, ഹ്യൂമൻസ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് സെൽഫിഷ് ആവുന്നത് എന്നുള്ള സാധനമൊക്കെ അതിൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും. ഇത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ റീസെന്റ് കേസസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും സാധനം. പിന്നെ എനിക്ക് ഈ സിനിമയിൽ തോന്നിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ക്രൈം ചെയ്ത ആളിനെ പോലെ തന്നെ ഇപ്പം ഇപ്പം ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ കുറെ ഇപ്പൊ 12 പേരിൽ ഒരാൾ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, ബാക്കി 11 പേര് ചെയ്തിട്ടില്ല. പക്ഷെ ഈ 11 പേര് എങ്ങനെയാണ് ആ ക്രൈമിൽ പാർട്ട്ണർ ആവുന്നതെന്നുണ്ടല്ലോ, അവരുടെ നിലപാടുകളോ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളോ അവർ ഈക്വലി കുറ്റവാളികളാണ്. നോക്കുമ്പോഴത്തേക്കും ശരിക്കും സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. ആരാണോ ചെയ്ത് അവരെ പോലെ തന്നെ കുറ്റവാളികളാണ് ബാക്കിയുള്ളവരും. കാര്യം പ്രതിക്ക് വേണ്ടി സംസാരിക്കുകയും മറ്റേ പുള്ളിക്കാരിക്ക് വേണ്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും അവരും കുറ്റവാളികളായി മാറും. ഈ അഡ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ ഈ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, അത് ഈ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാന്ന് പറയുന്നുണ്ടല്ലോ. അതായത് വിക്ടിമിന് വേണ്ടി അഡ്രസ്സ് ചെയ്യാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അല്ലാതെ സെൽഫിഷ് നീഡ്സിന് വേണ്ടി അഡ്രസ്സ് ചെയ്യാതെ ഒരു വിക്ടിമിന്റെ ഡ്രോമയ്ക്ക് വേണ്ടിയിട്ട് അഡ്രസ്സ് ചെയ്യാം. പിന്നെ ഈ ആൾക്കാരുടെ ആ മെന്റാലിറ്റി ഉണ്ടല്ലോ, സാഹചര്യത്തിനനുസരിച്ച് നിലപാടുകൾ മാറുന്നത്. പല പല രീതിയിൽ സാഹചര്യം ഇങ്ങനെ ആവുമ്പോൾ സെൽഫിഷ് നീഡിന് വേണ്ടി ആ ഒരു നിലപാട് മാറുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള. പിന്നെ അവരോടെ നിൽക്കുന്നതും സർവൈവറിൻ്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണ്? സർവൈവർ ഇതില് നായികരെടുത്ത് അവർ പറയുന്നുണ്ട്, നീ ഇത് കണ്ടോ? അപ്പോഴീ ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു ഫാൾസ് ആയിട്ടുള്ള അക്യൂസിയേഷൻ ആണോ? അങ്ങനെയൊക്കെ ചർച്ച വരെ ഇപ്പം നടക്കുന്നുണ്ട്. ഇത് ഫാൾസ് ആയിട്ട് ഉണ്ടാക്കിയതാണോ? ഈ സത്യം പറഞ്ഞ ഇവര് ഈ സർവൈവറിനെയാണ് ഇവര് ആക്രമിക്കണ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ കുറ്റം ചെയ്ത പോലെ ആക്കുന്നത്. അങ്ങനത്തെ രീതിയിൽ പല പല നെറേറ്റീവുകൾ വരെയില്ലേ. അപ്പോഴും മൊത്തത്തിൽ ആ ഒരു പുള്ളിക്കാരിയുടെ അവസ്ഥ ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ അവസ്ഥ, ആ ഒരു അവസ്ഥ ഇതില് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. കാരണം ഇവര് ആ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടന്നേക്കാൾ വലിയ ഷോക്ക് അവർക്ക് ഇവരെ വിചാരണ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. വിചാരണ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതും ഈ സൊസൈറ്റി മറ്റവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇതിനൊരു സംഭവം ഉണ്ട്, ഹരി അല്ല കുറ്റക്കാരൻ എന്ന് പറയുന്ന ഒരു സാധനം പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഇനി ആരാണ് ചെയ്യുന്നുള്ളതെന്നും ആർക്കും അറിയണ്ട. അതുപോലും നോക്കാൻ അത് പുള്ളിക്കാരി പറയും. അതാണെന്ന് ആർക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പോലും അവിടെ ഉണ്ടായിട്ടില്ല. അതൊന്നും ആർക്കും അറിയണ്ട എന്നുള്ളൊരു സാധനം വരും. ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും. ഇതെത്തുമ്പോൾ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും നമുക്ക്. അല്ല, ഇപ്പൊ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ട്, ആദിജീവിതയുടെ സംഭവം. അതിൽ തന്നെ ഇപ്പം ഈ അഖിൽ മാരാറൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീട്ടിൽ ആ ഒരു റേപ്പ് ഇൻസിഡന്റ് ഒന്നുകൂടെ ചെയ്തു, ഡെമോ
റേപ്പ് ഡെമോ ഒന്നുകൂടെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറയുന്ന ആ ടൈപ്പ് അപ്രോച്ച് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കാരി ഫാബ്രിക്കേറ്റഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. 2017 അങ്ങനെ ഒരു ബാക്ക് സീറ്റില്, കാറിന്റെ ബാക്ക് സീറ്റിൽ അത് ചെയ്യാൻ പറ്റില്ല. പീഡനം നടക്കില്ല. കൊച്ചിയിൽ അത് ഒരിക്കലും നടക്കില്ല എന്നൊക്കെയാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഏതാണ്ട് ഈ സിനിമ കണ്ടപ്പോഴും ഏതാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സിമിലാരിറ്റി തോന്നും. അങ്ങനെ എനിക്ക് അത് അങ്ങനെ ആ ഒരു റേപ്പ് ഡെമോ ചെയ്യാനൊക്കെ പറയുന്നത്, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ പറഞ്ഞ ആ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടാനുള്ള ഒരു സാധനമാണ്. ഉണ്ട്. അത് ഭയങ്കര ഒരു ക്രിമിനൽ മെന്റാലിറ്റിയാണ് ആ ഒരു സാധനം. ആ രീതിയിൽ പറയണത് പുള്ളിക്കാരും പറയണതേ സേതുരാമയ്യർ CBI ഡമ്മി ഇടും, അപ്പൊ അതുപോലെ നോക്കിയായിരുന്നു. അപ്പം എനിക്ക് അങ്ങയുടെ ആ ഒരു വിവരങ്ങൾ ഒട്ടും മനസ്സിലാവും. അത് ഇത്രയും വിവരദോഷിയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ സിനിമയിൽ ഡമ്മി ഇടും പോലെ ഏതെങ്കിലും ഇതില് ഡമ്മി ഇടണായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തെളിയിക്കാൻ അങ്ങനെ പോലീസ് ചെയ്യത്തില്ല. അല്ല, പുള്ളി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി നല്ലത് കാണുമെന്നാണ് വിചാരിച്ചത്. ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഒട്ടും ക്വാളിറ്റി ഇല്ല എന്ന് മനസ്സിലായി. ഇത് ഇങ്ങനെ ഒരു റേപ്പ് ഡെമോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഡെമോ ഇങ്ങനെ പുള്ളിക്കാരിയെ വിരല് ചൂണ്ടയാണ്. അപ്പോഴേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ സുനി ചെയ്തേക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നണം. അത് സൊസൈറ്റിക്ക് ഇട്ടുകൊടുക്കുകയാണ്, ഇത് ഇതാൻ വേണ്ടിട്ടാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് ഇട്ടുകൊടുക്കുകയാണ്. സംശയങ്ങൾ ഇങ്ങനെ അതൊരു ടൈപ്പ് ഓഫ് ഒരു എന്താ വൈറ്റ് വാഷിംഗ്, ഒരു അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാധനമാണ് ഈ സംശയങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നുള്ള സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ കേസിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിധി വന്നതിന് ശേഷം പണ്ടത്തെ നിലപാടുകൾ മാറ്റിയ കുറെ പേരുണ്ട്. അതായത് നിലപാട് ഭയങ്കരമായിട്ട് ഫ്ലിപ്പായ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇത് കേസ് നടന്നുകൊണ്ടിരുന്നപ്പോ തന്നെ കൂറുമാറിയ ആൾക്കാരുണ്ട്. ആദ്യം പറഞ്ഞ സാധനം പറഞ്ഞു മാറ്റിയവരുണ്ട്. ഇപ്പൊ സംഘടനയിൽ തന്നെയുള്ള ചിലർ പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭീഷണി ഉണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ രണ്ടാമത് കോടതിയിൽ ചെന്നിട്ട് അങ്ങനെ ഒരു സംഭവമേ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കൂറുമാറിയ ആൾക്കാർ തന്നെ ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളിന്റെ കൂടെ ഒരു പരിചയമുള്ളവരും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരാണ്. പിന്നെ മൊത്തത്തിൽ ഈ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയെങ്കിലും എല്ലാരും ഇവിടെ ആര് പുറത്തുപോയി, എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. പുറത്താക്കിയെന്നുള്ള ഒരു പേപ്പറിൽ പുറത്താക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാ ഫംഗ്ഷനിലും എല്ലാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴേ ഒരു വേറൊരു നരേറ്റീവ് കൊണ്ടുവരുന്നു. മൊത്തത്തില് ഇപ്പൊ സീക്രട്ട് ഏജന്റ് ആയാലും മൊത്തത്തില് ആ ഒരു ഞാൻ 59 മിനിറ്റ് ഉള്ള ഒരു ഇതുണ്ട്. മൊത്തത്തിലൊരു നരേറ്റീവ്, അങ്ങനെ ഒരു നരേറ്റീവാണ് കൊണ്ടു നടക്കണം. മൊത്തത്തില് ആ ഒരു ഇത് ദിലീപ് അങ്ങനെ ചെയ്യൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ആ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു നരേറ്റീവാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ആ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റേപ്പ് ജോക്കല്ലല്ലോ, റേപ്പ് ഡെമോയുടെ കാര്യം അഖിൽമാരാ, അത് ഭയങ്കര ഒരു വിഷയമല്ലേ. അതൊന്നും പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു ഇതിലോട്ടാണ് പോകുന്നത്. അപ്പൊ മൊത്തത്തിലൊരു കണ്ടപ്പോ ഒരു PR പോലെ തോന്നുന്നു. മൊത്തത്തിലൊരു ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞതും ബാക്കിയുള്ള ഒരു ഇത് മൊത്തത്തിൽ ക്യാരക്ടർ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനുള്ള ഒരു രീതിയിലോട്ട് പോകുന്ന ഒരു നരേറ്റീവായിട്ട് തോന്നുന്നു. എന്ന് വെച്ചാൽ അത് ഈ കേൾക്കുന്ന ഈ സർവൈവറിനുണ്ടല്ലോ മൊത്തത്തിൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട്, പിന്നെ കമന്റും അതേപോലെ വരുന്നു. അപ്പോഴേ അങ്ങനെ തോന്നുമ്പോ ഇവർക്കുണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അത് ഭയങ്കര ഭീകരമല്ലേ. അതെ, എനിക്ക് ഈ സിനിമയും ഈ ഒരു ഇൻസിഡന്റുമായിട്ട് എനിക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ തോന്നുന്നത് ഈ വിക്ടിമിന്റെ ഭാഗത്ത് നിന്നുണ്ടല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, വേണ്ടത്ര അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പം ചർച്ചകളിലാണെങ്കിൽ പോലും എപ്പോഴും കൂടുതൽ ഈ ദിലീപ് എന്നുള്ള ആ പുള്ളിക്കാരൻ്റെ കേസ് തന്നെയാണ്, അല്ല ആ പുള്ളിക്കാരൻ്റെ അങ്ങേര് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അങ്ങേരുടെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമേ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. പുള്ളിക്കാരിയുടെ ബുദ്ധിമുട്ട്, പുള്ളിക്കാരിയുടെ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോഴെങ്കിലും കുറച്ചെങ്കിലും വന്നത് ഈ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ പുള്ളിക്കാരി തന്നെ സ്വന്തമായിട്ട് പോസ്റ്റ് ചെയ്തപ്പോഴൊക്കെ തന്നെയാണ് കുറച്ച് ആൾക്കാർ സംസാരിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു പുള്ളിക്കാരി അനുഭവിച്ച ഈ 8 വർഷമായിട്ട് അനുഭവിച്ച ട്രോമയും അല്ല, പിന്നെ ഈ കോടതി മുറിയിൽ ഉണ്ടായ ഇതും ക്രോസ് വിസ്താരവും മൊത്തത്തിലൊരു അങ്ങനെ ഒരു സാധനം ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പം മറ്റേ ട്രെയിലർ ഇറങ്ങി അതിന്റെ
റിയാക്ഷൻ അല്ലെങ്കിൽ അത് തന്നെ അത് ഞാൻ പറയാം, അത് വിധി കഴിഞ്ഞതിന് സ്വിച്ച് ഇട്ട പോലെയാണ് ആ റിയാക്ഷൻ. അത് റിയാക്ഷൻ കണ്ടിട്ട് ഈ ഒരു മറ്റേ ഭയങ്കര ആഹാ അടിപൊളി ലാലേട്ടൻ അങ്ങനത്തെ രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ, അത് ഒരു നോർമലൈസിങ് ആണത്. അതെ അതെ, ഒരു നോർമലൈസിങ് ആണ്. ആ ഒരു ഇത് കുഴപ്പമില്ല, സിനിമ വന്നപ്പോ സ്വിച്ച് ഇട്ട പോലെ മാറി. പിന്നെ ഈ കേസ് നടന്നതിന് ശേഷവും ഇപ്പം സീക്രട്ട് ഏജന്റ് ആണെങ്കിൽ പോലും അവരെല്ലാരും ഈ ദിലീപിന്റെ സംഭവം മാത്രമേ പറയുന്നുള്ളൂ. പുള്ളിക്കാരിയുടെ സാധനമേ പെർസ്പെക്റ്റീവ് ഇല്ല, അത് ആരും അഡ്രസ് ചെയ്യുന്നില്ല. സാധാരണ അതൊക്കെ പറയണതാണ്, ഇവരൊക്കെ ഇപ്പം ഇങ്ങനത്തെ മെയിൻ ആൾക്കാരൊക്കെ ഇതൊക്കെ പറയുന്നതാണ്, പക്ഷെ അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവര് തന്നെ ഒരു പോസ്റ്റ് ഇട്ടത്, അവർക്ക് പറയാനുള്ളത് അവര് തന്നെ പറഞ്ഞത്. അവര് പറയുന്നുണ്ട് എന്നുവെച്ചാ താങ്ക് യു ഫോർ ദ ലെസൺസ് എന്നൊക്കെ, ആരൊക്കെ അവരോട് നിൽക്കും അങ്ങനത്തെ രീതിയിൽ അവർ പറയുന്നുണ്ട്. ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു സിമിലാരിറ്റി ഉണ്ട് ഈ സിനിമയായിട്ട്, നല്ല സിമിലാരിറ്റി ഉണ്ട്. പിന്നെ ഉണ്ണി വ്ളോഗ്സിന്റെ കാര്യം, ഉണ്ണി വ്ളോഗ്സ് റിയാക്ഷൻ ചെയ്തപ്പോഴ്, ഈ ബബ്ബ റിയാക്ഷൻ ചെയ്തപ്പോഴ് പുള്ളി ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്ത് എന്തിന്, ഇത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ. പുള്ളിക്കാണ്, എനിക്ക് ബാക്കിയുള്ളവർ ചെയ്യണേക്കാട്ടി കൂടുതൽ ബാക്ക്ലാഷ് പുള്ളിക്കാണ് ചെയ്തത്. അത് പുള്ളി ഉണ്ടാക്കിയ വെച്ച ഒരു ഇതുകൊണ്ടാണ്, ഒരു ഇമേജ് അങ്ങനത്തെ. അത് അവരെ കുറ്റം പറയാനൊന്നും പറ്റൂല, പുള്ളി അതാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. ഞാനും വിചാരിച്ചില്ല ഉണ്ണി വ്ളോഗ്സ് അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ച ഒരു ഇതുണ്ടല്ലോ, ഞാൻ വിചാരിച്ചില്ല പുള്ളി അങ്ങനെ റിയാക്ട് ചെയ്യുമെന്നോ. സാധാ പോലെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യും, അതിനുശേഷം പുള്ളി അത് ന്യായീകരിക്കാനും കൂടെ പിന്നെ അത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കില്ല. മറ്റൊരു റിയാക്ട് ചെയ്യണ ഞാൻ അത് ഓരോരുത്തരുടെ ഇതാണ്, അത് കുഴപ്പമില്ല. പക്ഷെ ഈ ന്യായീകരിക്കുന്ന സാധനം വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിലെന്തോ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാനും കണ്ടത്, ഞാൻ കുറച്ച് കണ്ട. അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്റെ ഇത് നിയമ നടപടി അല്ല, എന്റെ വരുമാനം ഇതാണ്, അതുകൊണ്ട് ഇത് മാറ്റി നിർത്താൻ പറ്റൂല എന്നുള്ളൊരു സാധനം. പുള്ളിക്കാരന്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനത്തെ ഈ സിനിമാപരമായിട്ടുള്ള ഇതുണ്ട്. അപ്പോഴേ എൻ്റെ വരുമാനം ഇതാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്താലേ പറ്റുള്ളൂ, അങ്ങനത്തെ രീതിയിലാണ് ഞാൻ അത് ന്യായീകരിക്കുന്നത്. അപ്പൊ ഈ സിനിമ ആക്ച്വലി ഇപ്പം ഇതൊരു വിക്ടിം പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങനത്തെ രീതിയിലല്ല. ഇതിപ്പോ വിക്ടിം ആൺകുട്ടിയാവാൻ, ആണുങ്ങളാവാൻ, പെണ്ണുങ്ങളാവാം, ആരും ആണല്ലോ ആവാം. ഇതിൽ എനിക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ പവർ ഉള്ളതും പവറും ഇൻഫ്ലുവൻസും കൂടുതലുള്ള ആൾക്കാരെ എങ്ങനെ ഒരു സമൂഹത്തിനെ മാറ്റം അല്ലെങ്കിൽ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, മാനിപ്പുലേഷൻ നടത്തുന്നു എന്നുള്ളൊരു സാധനമാണ്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എല്ലാവർക്കും ഒരേ നീതിയാണെന്ന് പറയുകയാണെങ്കിലേ ചില സമയത്ത് അത് അങ്ങനെ അല്ല. അതായത് പവറും കാശും കൂടുതലുള്ളവർക്ക് ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരെയും അത്രയും അതിനെ കൊണ്ടുവന്ന് ഇതിനെ ചെറുതായിട്ട് മാറ്റാൻ പറ്റും, കുറെയൊക്കെ മാറ്റാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ. ഇൻഫ്ലുവൻസ് ഉള്ള ഇപ്പോൾ ഒരു 150 പേരുണ്ട്, ഒരാൾ മാത്രമേ ഇപ്പുറത്തുള്ളെങ്കിൽ 150 പേര് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നെഗറ്റീവ് അത് സത്യം എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഒരു ആൺകൂട്ടം ഉണ്ടല്ലോ, ഒരു പെൺകുട്ടിയേ ഉള്ളൂ. മൊത്തത്തിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ആണുങ്ങളുടെ കൂട്ടായ്മ, അവരുടെ പെർസ്പെക്റ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. ഒരു സ്ത്രീ ഇല്ല അവിടെ, അതിന്റെ പ്രശ്നം ആ ഒരു ഇതിലുണ്ട്. അവരെങ്ങനെയാണ് മൊത്തത്തിൽ അവരാണ് തീരുമാനിക്കുന്നത്, മൊത്തത്തിൽ ഇതെങ്ങനെ പോകണം, ഇതങ്ങനെ പോകണം. ആ ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇതുണ്ടല്ലോ, മൊത്തത്തിൽ ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ആ ഒരു ഇതിനെ നോർമലൈസ് ചെയ്യുന്നതും, ഇതൊരു ഈ ഒരു ക്രൈം മൊത്തത്തിൽ ഒന്നും അല്ല, ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ആക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് അത് ഈ ആണുങ്ങളുടെ എന്നുള്ളതിനെ മാറ്റിയിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ആ ഒരു സ്ത്രീ കഥാപാത്രമാണല്ലോ, അതിന് പകരം വേറൊരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധുവായിട്ടുള്ളൊരു സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചു, ഒരാളാണെന്ന് വിചാരിച്ചു. അവിടെയും വേറൊരു സാധനം എനിക്ക് തോന്നുന്നു ഇത്ര ചർച്ച പോലും നടക്കൂല, ആദ്യമേ അടിച്ചു പുറത്താക്കും, ചിലപ്പോ ആദ്യമേ സംസാരിക്കാൻ സമ്മതിക്കൂലേ. അല്ലെ, അത് സ്ത്രീ പുരുഷൻ എന്നുള്ളതിനെക്കാട്ടി കുറച്ചുകൂടി എനിക്ക് തോന്നി ഈ പവർ ഡൈനാമിക്സ് എന്നുള്ളൊരു സാധനമുണ്ട്. അതുണ്ട്, അതാണ് എനിക്ക് കുറച്ചുകൂടെ കണക്ട് ആവുന്നതെന്ന് തോന്നുന്നു. ചിലപ്പോ ഞാൻ പുരുഷനായത് നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് ഇതില് കണക്ട് ആവുന്നത്. നിങ്ങൾ എന്തായാലും ഈ പടം കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നണെന്നുള്ളത് നിങ്ങൾ പറയുക. അപ്പോൾ ഈ സിനിമ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. മൊത്തത്തിൽ ഇതൊരു
ഇതൊരു റൈറ്റിംഗിന്റെ ഒരു ബ്രില്യൻസ് ആണ്. ഇത് മൊത്തത്തിൽ ഒരു ഈ ഡയലോഗൊക്കെ ഇതിൽ കിടിലവും. ഈ സിനിമയുടെ ഒരു ഡയലോഗിലാണ് ഈ സിനിമ അത്രയും പോകുന്നത്. ഈ സിനിമ ആദ്യം നാടകമായിരുന്നു. നാടകമായിരുന്നു. ഇതൊരു പ്ലേ പോലെ തന്നെ എടുത്തേക്കുന്നത്. ഭയങ്കര റിലവന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. പ്രത്യേകിച്ച് ഇപ്പൊ വീണ്ടും നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മളെ ഇങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് എന്ന് ചിന്തിപ്പിക്കാനും ആ ഒരു നല്ലൊരു സിനിമയാണ്. പക്ഷേ എല്ലാവരും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ നമ്മുടെ മൂവി അനാലിസിസ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ സജഷൻസ്, വിയോജിപ്പുകൾ, പിന്നെ ഇനി ഏതെങ്കിലും മൂവി സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയാം. അതെ, കാണാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കാണാം. അതെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മൂവി അനാലിസിസ് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും എൻഡ് ചെയ്യാല്ലേ? അപ്പൊ ഞങ്ങൾ അടുത്തൊരു അടിപൊളി മൂവി എക്സ്പ്ലനേഷൻ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. ഇനി നമ്മൾ മൂവീസ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തെടുക്കും. കുറച്ചു നേരം മുന്നേ ചോദിച്ചല്ലോ, മറ്റേ കമന്റിൽ രേഖപ്പെടുത്തി. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക, ഹൈപ്പൊക്കെ ചെയ്യുക, നിങ്ങൾ കമന്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇനി ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് പിന്നെയും കാണുന്നതായിരിക്കും. ബൈ.